This call is now being recorded. This call is now taking notes. എല്ലാവർക്കും നമസ്കാരം. പ്രചോദന ബുക്ക് ക്ലബിന്റെ 55ാമത്തെ ബുക്ക് ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നുള്ളത് നമുക്കൊരു സൈലന്റ് പ്രയറോട് കൂടി ആരംഭിക്കാം. കേരള പിറവി ദിനാണ് അല്ലെ ഇന്ന്. അപ്പോ വായനയുടെ ഇമ്പോർട്ടൻസ് ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തില് KN പണിക്കർ സാർ ആരംഭിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് പുനർജീവൻ നൽകിയാണ് നമ്മൾ വേൾഡ് നാഷണൽ റീഡിംഗ് ഡേ എന്ന് പറയുന്നത് ആഘോഷിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നാഷണൽ റീഡിംഗ് ഡേക്ക് ഇന്നത്തെ ബുക്കുമായിട്ട് കണക്ഷൻ എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. പ്രചോദനം ആരംഭിച്ച് കൊറോണയുടെ സമയത്ത് നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുള്ള ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അതില് ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ ആരംഭിച്ച ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തത് ഒരു മാർച്ചിലാണ്. ഞങ്ങൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എല്ലാ ദിവസവും അരമണിക്കൂർ ഇൻസൈറ്റ്സ്, നമ്മുടെ ഫീൽഡിലുള്ള ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുക എന്നുള്ളത് ആരംഭിച്ച് നമ്മൾ ഒരുപാടധികം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ് ആണ് പ്രചോദനയ്ക്ക് എന്നും എപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ട് നിന്നിട്ടുള്ളത്. അത് ആരംഭിക്കാനും അതില് ഈ ജൂൺ മാസത്തില് നമ്മൾ ഓരോരുത്തരും ഈ ഗ്രൂപ്പിലെ ഓരോ ക്രിയേറ്റീവ് തിങ്കേഴ്സും ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് എന്താണെന്നും എന്തുകൊണ്ട് അത് ഫേവറേറ്റ് ആയി എന്നുള്ളതിന്റെ ഒരു അബ്സ്ട്രാക്ട് ഷെയർ ചെയ്യണം എന്നുള്ളതായിരുന്നു ജൂൺ മാസത്തിലെ ടാസ്ക്. ഇതിനു മുമ്പ് നമ്മൾ ആലിസ് മാഡത്തിന്റെ ഫേവറേറ്റ് ബുക്ക്, എന്റെ ഫേവറേറ്റ് ബുക്ക്, ഈ ഗ്രൂപ്പിലുള്ള ഒരുപാടധികം ആൾക്കാരുടെ ക്രിയേറ്റീവ് തിങ്കേഴ്സ് ഗ്രൂപ്പിലുള്ള ഒരുപാടധികം മെമ്പേഴ്സ് നമ്മുടെ പ്രചോദന ബുക്ക് ക്ലബിലുണ്ട്. അതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് സെലക്ട് ചെയ്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ബീന മാഡം ഈ ഒരു ഹു വിൽ ക്രൈ വെൻ യു ഡൈയുടെ ഒപ്പം ഷെയർ ചെയ്തിട്ടുള്ള ബുക്ക് അതായിരുന്നു ആലിസ് മാഡം അന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. നമ്മുടെ 18ാമത്തെ ബുക്കായിരുന്നു. ഇനി ആരായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്? ആ വ്യക്തിക്ക് ഈ ഒരു ബുക്കുമായിട്ടുള്ള ബന്ധം, അതാണ് നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നുള്ള ബുക്കായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കേഴ്സില് ജൂൺ മാസത്തില് 2020 ഷെയർ ചെയ്ത ആ ബുക്ക് ഫേവറേറ്റ് ഷെയർ ചെയ്ത വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓൺ ആൻ അൺഒഫീഷ്യൽ നോട്ട്, പ്രഭ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇതിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന വ്യക്തിത്വമാണ്. പ്രഗ്യ എന്ന് പറയുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വേണ്ടി, അതായത് ഒരു കാര്യം നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് എല്ലാ ജനറേഷനുള്ള വ്യക്തികൾക്കും ഒരു സംവിധാനം ഒരുക്കുകയും കൂടാതെ ഒരുപാടധികം കോർപ്പറേറ്റ് സെക്ടറിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കോളേജിലും സ്കൂളിലും വനിതാ കമ്മീഷൻ അങ്ങനെ ഒരുപാടധികം സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഷീസ് എൻ അഡ്വക്കേറ്റ്, സൈക്കോളജിസ്റ്റ് ആൻഡ് ഇതിനെല്ലാത്തിനും ഉപരി ഷീസ് എൻ ഹാർഡ് കോർ ആർട്ടിസ്റ്റ്. വളരെ ഭംഗിയായിട്ട് പാട്ടുപാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഊഹിക്കാം. സോ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കുന്നത് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റും ഏറ്റവും അടുത്ത സുഹൃത്തുമായ പ്രഭയിൽ നിന്നാണ്. ഫസ്റ്റ് ഓവർ ടു യു പ്രഭ. താങ്ക് യു ഉഷ. കേട്ടപ്പോ കോവിഡ് കാലം ഓർമ്മ വന്നു. കാരണം എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു ഓൺലൈൻ സെഷൻ, വളരെ റെയർ ആയിട്ടേ ഞാൻ ഓൺലൈൻ എടുക്കാറുള്ളൂ. കാര്യം കമ്പ്യൂട്ടർ മൊബൈൽ യൂസ് ഒക്കെ വളരെ കുറവാണ് എനിക്ക്. അപ്പോ ഓൺലൈൻ ഓഡിയോ ബുക്സ് ആണ് കൂടുതല്. അപ്പോ എന്താ പറയാ, ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റി. പക്ഷെ അന്ന് ഞാനിത് പ്രസന്റ് ചെയ്തു എന്നും അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു, ആ ദിവസവും ഈ ദിവസവും തമ്മിലൊരു ബന്ധം ഉണ്ടെന്നും
ഇതൊക്കെ പിന്നെ ഉഷയുടെ മെമ്മറീനെ നമ്മൾ എപ്പോഴും എന്താ പറയാ ഒരുപാട് അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു പ്രത്യേക മെമ്മറിയാണ്. എനിക്കൊന്നും അതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിമിറ്റഡ് ആയ രീതിയിൽ സ്റ്റോർ ചെയ്ത് വളരെ എന്താ പറയാ ചെറിയ ജീവിതം ജീവിക്കുന്നത്. പക്ഷെ ഉഷയുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അത് വിസിബിൾ ആണ്. സോ അതിനെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇനി അതിനേക്കാൾ ഉപരി നമ്മുടെ ആലീസ് മാം, ഉഷയുടെയും ആലീസ് മാമിന്റെയും കൂട്ടുകെട്ട്, അത് ഈ പറഞ്ഞ മാതിരി ഇന്നും ഇന്നലെയും കൂടിയതല്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ലൈഫില് പലരെയും കണ്ടിട്ടുണ്ടാവും, വന്നു പോയിട്ടുണ്ടാവും. നമ്മൾ പല റീസൺസ് കൊണ്ട് നമ്മൾ പലപ്പോഴും പലരെയും കണ്ടു, പിരിഞ്ഞു. ചിലർ വരുന്നത് റീസണിന് വേണ്ടിയിട്ടാണ്, ചിലരുടെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. നമ്മൾ എല്ലാവരും ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കുന്നതന്നെ. ഒരു പക്ഷേ എന്നേക്കാൾ ഒരുപാട് ബുക്സ് വായിക്കുന്നവരാണ് നിങ്ങൾ. കാര്യം ഒരു ബുക്ക് ക്ലബ്ബാണല്ലോ. അപ്പോ ഇങ്ങനെ പല രീതിയിലുള്ള തോട്ട്സും നിങ്ങളുടെ എല്ലാവരും ഉള്ളിലുണ്ട്. അപ്പൊ ഒരു ഉത്തമ ഉദാഹരണമാണ് നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. അപ്പൊ പ്രചോദന എന്ന് പറയുമ്പോൾ ഇപ്പൊ നിൽക്കുന്ന രണ്ടുപേരായ ആലീസ് മാമിനും ഉഷേനെയും ഞാൻ ആലോചിക്കുന്ന അതിനൊരു ഉദാഹരണമായിട്ടാണ്. കാര്യം ഞാനൊരു ഒറ്റയാൾ പട്ടാളം നടത്തുന്ന ആളാണ്. എനിക്ക് ഗ്രൂപ്പുകള് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുകയും ആ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ആദ്യം പോരുന്ന ആള് ഞാനായിരിക്കും. അടുത്ത പർപ്പസ് ഉണ്ടെങ്കിൽ വീണ്ടും വരും. അതായത് ബന്ധം അവസാനിപ്പിക്കുകയല്ല. ഇപ്പൊ തന്നെ ഇതേ വീണ്ടും ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ആ തോട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ഇതേ വീണ്ടും ഉഷയിൽ തന്നെ വന്ന് നിൽക്കുകയാണല്ലോ. സോ ദാറ്റ് മീൻസ് ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് ലൈഫ് ലോങ്. ബട്ട് വെൻ ദ പർപ്പസ് ഇസ് സെർവ്ഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ ബാക്ക് സ്റ്റേജ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്റെ പൊതുവെ. സോ ആ കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുന്നത് രണ്ടുപേരുടെ ഇടയിൽ ദാറ്റ് ഇസ് റിയലി അപ്രീഷിയേറ്റബിൾ. അതും ഞാൻ പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ ആലോചിച്ചു, ഞാൻ അന്ന് എന്തായിരിക്കും പറഞ്ഞിരുന്നുണ്ടാവുക. കാരണം ഇത് വായിച്ചത് ഒരു 8-10 കൊല്ലം മുമ്പ്. ഓക്കെ, അന്നത്തെ പ്രഭയും ഇന്നത്തെ പ്രഭയും ഒരുപാട് മാറ്റം വന്നു എനിക്ക് തന്നെ തോന്നുന്നു. സോ അന്ന് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത രീതിയിലാണോ ഇത് എന്നെ ഇപ്പോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ഈ ബുക്കിൽ കൂടെ ഒന്ന് പോവാൻ ശ്രമിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ പറയാ, ഈ ബുക്ക് എഴുതിയ വ്യക്തി എനിക്ക് തോന്നുന്നു എഴുതിയ സമയത്ത് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുമോ ഇത് ഈ രീതിയിലാണ് ആൾക്കാരെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം അദ്ദേഹം എഴുതുമ്പോഴും ഇതേമാതിരി ഒരു തോട്ട് പ്രോസസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. എന്ത്, ഇത് ഒരു മൈൻഡ് സെറ്റിലാണല്ലോ ചെയ്യുന്നത്. ആ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇന്നും ഞാൻ ചിന്തിച്ചു പോവുക. കാരണം ഇത് വായിച്ച് എനിക്ക് അന്നത്തെ അതേ മൈൻഡ് സെറ്റ് അല്ല. ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് എന്ന് ഞാൻ ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു 101 ചാപ്റ്റേഴ്സ് ആണല്ലോ ഉള്ളത്. അപ്പൊ അതിനകത്ത് മീനിങ് ഫുൾ പർപ്പസ്ഫുൾ എന്ന ആ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അന്ന് ഞാൻ വായിച്ചപ്പോ ക്യാമറയിൽ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. കുറെ പോയിന്റ്സിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അതിൽ 2-3 എണ്ണൊക്കെ ഞാൻ വായിക്കാട്ടോ. ഒന്ന് വരുന്ന എവ്രി ഡേ ബി കൈൻഡ് ടു എ സ്ട്രേഞ്ചർ, കീപ് എ ജേർണൽ, റിമെമ്പർ ജീനിയസ് ഇസ് 90% ഇൻസ്പിറേഷൻ, ലേൺ ടു ബി സൈലന്റ്, പിന്നെ ഫോക്കസ് ഓൺ വർത്തി, പിന്നെന്താ പറയാ, ലിസ്റ്റ് യുവർ പ്രോബ്ലംസ്, പ്രാക്ടീസ് ദ ആക്ഷൻ ഹാബിറ്റ്. ഞാൻ അന്ന് മാർക്ക് ചെയ്ത് വെച്ചത് അന്നത്തെ ഏജിൽ എനിക്ക് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് ലെസൺസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ നിമിഷം ഞാൻ അതിലേക്ക് ഒന്നുകൂടെ നടന്നു പോയപ്പോ ആ ഒരു ഏജ് എന്റെ കഴിഞ്ഞു പോയിട്ട് പകരം ഞാൻ വീണ്ടും മാർക്ക് ചെയ്യാൻ നോക്കിയപ്പോ ഞാൻ ഇന്ന് പെൻസിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് വരുന്നത് സീ യുവർ ചിൽഡ്രൻ ആസ് ഗിഫ്റ്റ്, മാസ്റ്റർ യുവർ ടൈം, ഹാവ് എ ലിവിങ് ഫ്യൂണറൽ, ബി അൺഓർത്തഡോക്സ്, ഇമാജിൻ എ റിച്ച് റിയാലിറ്റി. അതായത് ഒരേ ബുക്കിനെ തന്നെ ഓരോ ഏജിലും അല്ലെങ്കിൽ ഓരോ തലത്തിലും നിൽക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇൻസൈറ്റ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അതാണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. സോ ഏത് ബുക്ക് പ്രചോദന ബുക്ക് ക്ലബിൽ ആര് വായിച്ചോ എനിക്ക് ഇന്ന് ആ തോട്ട് പ്രോസസ്സാണ് ഷെയർ ചെയ്യാൻ തോന്നുന്നത്. അത് ഇവിടെ ഇപ്പൊ നിർത്തരുത്. കാരണം ഒരു ബുക്ക് ഒരു ഓഥർ എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഒരു 20 കൊല്ലത്തിന് ശേഷം വ്യത്യസ്തമായിരിക്കാം. എഴുതിയ ആൾക്ക്, വായിച്ച ആൾക്ക് വായിക്കുമ്പോ ആ സമയത്ത് ഇപ്പൊ നമ്മള് പലരും ഇതിനകത്ത് റസീന മാമിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാരാണ്, പലരും ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പണ്ടൊരു ദിവസം ഞാനൊരു സെഷൻ ഇതുമാതിരി ഓൺലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ആള് മോട്ടിവേഷൻ ബുക്ക് എഴുതുമ്പോൾ അദ്ദേഹം നിന്ന ഒരു ഇടമുണ്ട്, അദ്ദേഹത്തിന്റെ ഒബ്സർവേഷന് പറ്റിയ ഒരു എൻവയൺമെന്റ് ഉണ്ട്. ആ ഒരു എൻവയൺമെന്റും ഇടത്തും ആയിരിക്കില്ല പക്ഷെ നമ്മൾ നിൽക്കുന്നുണ്ടാവുക. സോ അത് കണ്ട് വായിച്ച് മനസ്സിലാക്കി മേക്ക് യുവർ ഓൺ തിയറി ആൻഡ് ബി എൻ ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ വ്യക്തിത്വം ഉണ്ടാക്കണം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മളിതിനെ അപ്പാടെ എടുക്കാതെ. സോ എത്ര തവണ വായിക്കുന്നു അത്രയും ഓരോ ഏജിലും
മീനിങ് ഫുൾനെസ് മാറും എന്നാണ് എൻ്റെ ഒരു പ്രോസസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒപ്പം ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ, അതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിരുന്നത് ഇതിന്റെ പേരായിരുന്നു. കാരണം അന്ന് എനിക്കിത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഇന്നത് എനിക്ക് ഒട്ടും പെയിൻ അല്ല. ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു റിമെമ്പർ മീ ആഫ്റ്റർ മൈ ഡെത്ത്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ലൈവ് ഫ്യൂണറൽ എന്ന് പറയുന്ന ആസ്പെക്ട്, അത് ഞാനൊരു സിനിമയിലും കണ്ടു. ചാർലി കണ്ടിട്ടുണ്ടോ? ഒരു സീൻ, ഞാൻ മരിച്ച ചരമവാർഷികം ആഘോഷിച്ചുകൊണ്ട് ചാർലി വെച്ചേക്കുന്ന ഒരു സീൻ ഉണ്ട്. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇതാ ഓർമ്മ വന്നേ. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്നെ എത്ര പേര് ഓർക്കണു എന്ന് എനിക്ക് കാണണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലാതെ ഞാൻ മരിച്ചതിന് ശേഷം ആര് കരയുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ഇന്ന് ബോധർ ചെയ്യുന്നില്ല. കാരണം ക്രൈനെ ഞാനൊരു എന്നോടുള്ള സ്നേഹത്തിന്റെ സിമ്പിൾ ആയിട്ടല്ല ഞാൻ കാണുന്നത്, എന്റെ കൂടെയുള്ള മൂമെന്റ്സിനെയാണ്. അപ്പൊ അന്ന് ഞാൻ മരിച്ച ആര് കരയും എന്ന ചിന്ത എന്നെ പേടിപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് മരണമോ മരിച്ചാൽ ആരെങ്കിലും കരയുമോ എന്ന ചിന്ത പോലും എന്നെ പേടിപ്പിക്കാത്ത ഒരു ലെവലിലേക്ക് ഈ ഒരു 8-10 കൊല്ലം കൊണ്ട് ഞാൻ മാറിയിട്ടുണ്ടെന്നുള്ളത് ഈ ബുക്ക് വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അന്ന് ഈ പേര് എന്നെ എത്ര ബോധർ ചെയ്തിരുന്നു, ഇന്ന് ആ പേര് എന്നെ ബോധർ ചെയ്യുന്നില്ല. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. സോ each time if you read the book again and again, you will find more and more inner meaning into each and every sentences and words എന്നുള്ള ഒരു റിയലൈസേഷൻ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഇതിനകത്ത് വളരെ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. വേക്കപ്പ് ഏർലി, കീപ്പ് എ ജേർണൽ, പ്ലാന്റ് എ ട്രീ, അതായത് എല്ലാവർക്കും വളരെ ചെറുതായി വായിച്ചെടുക്കാവുന്ന വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. എന്നാൽ അതിനെ വീണ്ടും റീവർക്ക് ചെയ്താൽ വളരെ ഡെപ്ത് ഉള്ള മീനിങ് കണ്ടെത്താവുന്ന ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് അതിന്റെ മീനിങ് എനിക്ക് മാറിയിട്ടുണ്ട്. ഇഫ് യു എന്താ പറയാ, ഇന്ന് മരിക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു ലീവ് ബിഹൈൻഡ് എന്ന ക്വസ്റ്റ്യൻ എല്ലാവരോടും ചോദിച്ചുകൊണ്ട് എന്താ പറയാ, ഈ ബുക്ക് അല്ല ഏത് ബുക്കും വീണ്ടും 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 വായിക്കുക. സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് മോർ മീനിങ് ഫുൾനെസ് ഇൻ യുവർ റീഡിങ് ആൻഡ് ദ സെയിം വിത്ത് യുവർ ലൈഫ് എന്ന ഒരു ചെറിയ മെസ്സേജും. 2 ബുക്കിന്റെ പേരും കൂടെ പറയട്ടെ. ഇന്ന് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ബുക്കുകളിൽ ഒന്ന് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനും പവർ 48 ലോസ്. ഇപ്പോ ഈ നിമിഷമുള്ള 2 ബുക്സ്, ആ 2 ബുക്കും കൂടെ ഞാൻ ഇപ്പോ എന്താ പറയാ ഓരോ ദിവസവും പുതിയ പുതിയ തവണ വായിച്ചുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ് എന്താ പറയാ ഇന്നർ മീനിങ്സ്. സോ എല്ലാവർക്കും പുതിയ പുതിയ മീനിങ് ഉണ്ടാവാൻ പറ്റട്ടെ. ഓരോ ഏജിലും ഓരോ വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുമ്പോഴും എക്സ്പോഷർ കിട്ടുമ്പോഴും ഉണ്ടാവുന്ന അതേ റിയലൈസേഷൻസ് റീഡിങ്ങിൽ കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഞാൻ അധികം നേരം ഇരിക്കില്ല, കുറച്ചു നേരം നിങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ലീവ് ചെയ്യും. ഒന്നും പറയില്ല, ഞാൻ അങ്ങ് ലീവ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എല്ലാവരോടും സംസാരിക്കാൻ തന്നതിന് ഉഷ, ആലീസ് മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആലിസ് മാം. യെസ് പ്രഭ, ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. നമ്മളുടെ ആ കൊറോണ കാലത്തെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ച് പ്രഭ പറഞ്ഞ പോലെ നമ്മൾ പോയത് ഓർക്കാണ്. അത് വളരെ എന്താ പറയാ, ഒരു അന്നും നമ്മൾ പറഞ്ഞു ഈ ബുക്ക് വായിക്കുമ്പം പല സമയത്ത് വായിക്കുമ്പോൾ നമുക്ക് പലതാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ആ ഫ്രെഡ് ഫാക്ടർ എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വർഷങ്ങൾ മുമ്പ് വായിച്ചപ്പോഴും നമ്മുടെ അത് കഴിഞ്ഞിട്ട് കൊറോണ കാലത്ത് വായിച്ചപ്പോഴും അതിനൊരു ഡിഫറെന്റ് മീനിങ് ആണ് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഈ ബുക്കിൽ കൂടെ പോയപ്പോഴും. ഇത് ഞാൻ വർഷങ്ങൾ മുമ്പാണ് ഈ ബുക്ക് വായിച്ചത്, ഇപ്പോഴൊന്നും അല്ല. ഇപ്പം ഇത് ഓഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്റെ പാർട്ട് മാത്രം എനിക്ക് വായിക്കാൻ സമയം കിട്ടിയുള്ളൂ. പക്ഷെ എന്നാലും ഈ ബുക്ക് വായിക്കുമ്പോൾ എന്റെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ ഓരോരുത്തരുടെയും എനിക്ക് തോന്നുന്നു നമ്മുടെ റീഡിങ് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകും. ഇതിന്റെ അകത്ത് ഓരോ സെന്റൻസും സിമ്പിൾ ആണെങ്കിൽ തന്നെ ഒരു പവർഫുൾ ആണ്. പക്ഷെ അതിനോട് നമുക്ക് യോജിക്കണമെന്നില്ല. എനിക്ക് ബീനാമം എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അല്ല രഞ്ജിനി എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഇത് കോൺട്രവേഴ്സ്യൽ ആണെന്നൊക്കെ. അപ്പൊ ഞാൻ ഓർത്തു എനിക്കും ഇതിലും പലതും ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത പലതും ഇന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുകയാണെന്നുള്ളതാണ്. നമ്മുടെ ചിന്താശേഷി വളരുകയാണെന്നുള്ളതാണ്. ഇതൊരു വായന മാത്രമല്ല ഈ ബുക്ക്, എനിക്ക് തോന്നുന്നത് ഒരു വായിക്കാനുള്ള സാധനം മാത്രമല്ല, നമ്മളെ വളർത്തുന്ന സംതിങ് ഇതിനകത്തുണ്ട്. നമ്മൾ ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് എങ്ങനെയാവണം എന്നാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പ്രഭ ഇത്രയും സമയം നമ്മളോട് പ്രഭ ഇടയ്ക്ക് പോകുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു താങ്ക്സ് ആയിട്ട് പറയുന്നത്. നമ്മള് ഈ ഇത് ഓർത്തെടുത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വായിച്ച ബുക്ക് എന്ന് പറഞ്ഞത് ഡെപ്തിനെ കുറിച്ചിട്ട് ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ഡൈ. ടോപ്പ് 5 റിഗ്രറ്റ്സ് ആണ് ഞാൻ വായിച്ചത്. അപ്പൊ ആ പേപ്പറും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാനിപ്പോ പ്രഭ എടുത്ത് കാണിച്ചപ്പോഴാണ് ഓർക്കണേ. അതിന്റെ അകത്ത് ഇവിടെ ഇല്ല, എന്നാലും ഞാൻ അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോ വായിക്കുമ്പോൾ എനിക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ നമ്മളൊരു ബുക്ക്
പല പ്രാവശ്യം വായിക്കണം. പ്രത്യേകിച്ച് ബോബി ജോസ് കട്ടിക്കാട് ഫാദറിന്റെ ബുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ കിട്ടുന്ന ഒരു ഇതല്ല നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ പ്രഭ ഇത്രയും നേരം നമ്മളോട് ഇതൊക്കെ ഷെയർ ചെയ്തതിൽ വളരെ നന്ദി. താങ്ക് യു. വിൽ മീറ്റ് ഓൺ 14th. ഞാനിപ്പോ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ളവരൊക്കെ ലിസ്റ്റിൽ ഉണ്ടോന്ന് ഞാൻ നോക്കും സിനിമ ഇട്ടപ്പോ. അപ്പൊ താങ്ക് യു പ്രഭ. അപ്പൊ ഞാൻ എന്റെ ഇതിപ്പോ പറയണോ അതെയോ? പറഞ്ഞോളൂ. ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. ഞാൻ 77 മുതൽ 90 വരെയാണ് വായിച്ചത്. അത് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് തന്നെ പലതും എനിക്ക് വിയോജിപ്പുണ്ട്. വിയോജിപ്പൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ ബുക്കിന്റെ സമ്മറി ആണല്ലോ പറയാ എന്നോർത്തിട്ട്. അപ്പൊ അതിനകത്ത് നമ്മള് ഇത് 3 ബുക്ക്, അദ്ദേഹത്തിന്റെ തന്നെ 3 ബുക്കും നമ്മൾ എടുക്കാൻ കാരണം എന്താ? അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ലോയറായിട്ടാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇതിലേക്ക് വന്നത്. ലോകത്തെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം ഒരു ഓഥറായിട്ട് ഈ 3 ബുക്കുകൾ നമുക്ക് വളരെയധികം ജീവിതത്തിന് വെളിച്ചം വീശുന്ന ബുക്കുകൾ തന്നെയാണ്. നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ഒരു മാറ്റം വരുത്തുന്ന ബുക്കാണത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഓരോ പേജും അല്ലെങ്കിൽ ഓരോ ലെസണും നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ചും അത് പറയുകയാണെങ്കിൽ ഈ ഓരോ ലെസണും ചെറുതാണ്. അപ്പൊ ആരെയും മുഷിപ്പിക്കില്ല. കാരണം നമ്മൾ റീലൊക്കെ ഇടുമ്പോ ഇൻസ്റ്റാഗ്രാം പറയും യുവർ റീൽ വിൽ നോട്ട് റീച്ച്, എന്താണ് അത് 3 മിനിറ്റ്സിന് മുകളിലാണെന്ന്, ആരും കാണൂല എന്ന് നേരെ പറയും. എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ ബുക്കുകളൊക്കെ വായിക്കാനുള്ള ഒരു ഇതല്ല. എല്ലാവർക്കും വായിക്കാം. ഏതെങ്കിലും ഒരു ലെസൺ എടുത്ത് നമുക്ക് വായിച്ചാൽ മതി. അല്ലാതെ ഇത് 1 to 101 ഒന്നിച്ച് വായിക്കണമെന്നില്ല. അത്രയാണ് ബുക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ 3 ബുക്കും ഇദ്ദേഹത്തിന് എടുക്കാൻ കാരണം അദ്ദേഹം അത്രയും വിലപ്പെട്ട ഒരു എന്താ പറയാ റൈറ്ററാണ്, ഓഥറാണ് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പം ക്രിയേറ്റീവ് തിങ്കേഴ്സിൽ തന്നെ നമ്മൾ എടുത്ത ഉഷ പറഞ്ഞ പോലെ ഈ ബുക്ക് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അന്നുള്ളവർക്കാണെങ്കിൽ എല്ലാം ഓർമ്മയിൽ നിൽക്കും ഈ ബുക്ക്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. അപ്പൊ എന്റെ 77 to 90 അതിൽ കൂടെ പോവുകയാണെങ്കിൽ പലതും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹമ്പിൾ ആയിട്ട് ജീവിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് വേണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ടച്ച് ചെയ്ത് ഞാനൊരു റീലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ലേൺ ടു വാക്ക് എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ നടക്കാൻ പോകുമ്പോഴൊക്കെ എന്താ, ആരെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടായ കാര്യം പറയും, അവർക്കുണ്ടായ വിഷമം പറയും, അത് നമ്മുടെ ഉള്ളിലോട്ട് എടുക്കും. അപ്പൊ വി കനോട്ട് എൻജോയ് ദ നേച്ചർ എന്ന് എനിക്ക് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്റെ കൂടെ നടക്കാൻ വരുന്ന, ഇപ്പൊ ഇവിടെ നടക്കാൻ വരുന്ന എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, അത് എപ്പോഴും എന്നോട് ഇങ്ങനെ ഓരോരോ വിഷമങ്ങൾ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലിരിക്കും. ഞാൻ പറഞ്ഞു അന്നേരം നമുക്ക് ഷെയർ ചെയ്യാം, നടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. അപ്പൊ ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ അയ്യോ എന്ത് നല്ല ഫ്ലവറാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം അവിടെ നിന്ന് എന്നൊക്കെ പുള്ളിക്കാരി പറയാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരിയുടെ മനസ്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് നമ്മളുടെ നടത്തം ഒരു ഭയങ്കര അനുഭവമായിട്ട് മാറാനായിട്ട് ശരിക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. അപ്പൊ എനിക്ക് തോന്നുന്ന പോലെ എല്ലാവർക്കും തോന്നുന്നു. അപ്പൊ അത് വളരെ ഇഫക്റ്റീവാണ്. അപ്പൊ ആ നമ്മൾ നടക്കുമ്പോ നമ്മുടെ വറീസ് ഒക്കെ വീട്ടിൽ വെച്ചിട്ട് വരിക എന്നാ പറയണേ. എന്തിനാണ് നമ്മൾ ഇവരെ നടക്കാൻ പോകുന്നത്? ആ വറീസ് ചോന്നുകൊണ്ട് പോയിട്ട് നമ്മൾ പള്ളിയിൽ പറയില്ലേ, പള്ളിയിൽ പോയിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കലൂർ പള്ളിയിൽ ഞാൻ നിൽക്കുമ്പം ഒരു അച്ഛൻ പ്രസംഗിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഇവിടെ നിങ്ങള് ഇവിടെ വന്നിട്ട് നിങ്ങൾ പിന്നെയും എന്തിനാ അവിടെ എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരേ കാര്യം തന്നെയല്ലേ അവിടെ എഴുതി വെക്കുന്നത് എല്ലാ ആഴ്ച. ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസമില്ല, അത് അവിടെ കൊടുത്തിട്ട് പോകും. നിങ്ങൾ എഴുതി വെച്ച് ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ അത് അവിടെ കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ പിന്നെ അത് പേരിക്കൊണ്ട് പോയിട്ട് അടുത്ത ആഴ്ച വന്നിട്ട് പിന്നെ എഴുതി വെക്കുകയാണ്. അപ്പൊ ആ ഒരു ഐഡിയ ആണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടന്നിട്ട് എന്ത് പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിനകത്ത് നമ്മളോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. എപ്പോഴും നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇതിലൊക്കെ പറയുന്നതാണെങ്കിലും നമ്മൾ എപ്പോഴും സാധാരണഗതിയിൽ നമ്മൾ മറ്റുള്ളവരെയാ നോക്കുക. അയ്യോയ്യോ ഞാനും ഉഷ ഒരുമിച്ച് ഒരു കാര്യത്തിൽ ഇടപെട്ടതാണ്, ഉഷ അവിടെ എത്തി, ഞാൻ എവിടെ എത്തി എന്നുള്ളൊരു ചിന്ത വന്നാൽ തന്നെ നമ്മളുടെ ഒക്കെ മനസ്സമാധാനം നഷ്ടപ്പെടും. കാരണം ഞാനല്ല ഉഷ, ഞാനല്ല പ്രഭ, ഇതിൽ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. എനിക്കുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല, അവർക്കുള്ളത് എനിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യാൻ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതെപ്പോഴും നമ്മൾ പ്രചോദനയുടെ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നത് ആ വേർഡ് ഞാൻ യൂസ് ചെയ്തത് ഇതിനകത്തുനിന്ന് കിട്ടിയതായിരിക്കും ചിലപ്പോൾ, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന്. അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ എന്ത് കാര്യം നമുക്ക് നടക്കണമെന്ന് തോന്നിയാൽ അതൊന്ന് ഫേക്ക് ചെയ്യാം. കുറെ നാൾ ഫേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സത്യമാവും. അതൊരു റിയാലിറ്റിയാണത്. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു റിയാലിറ്റിയാണ് അത്. അങ്ങനെ പ്രാക്ടിക്കലായിട്ട്. അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ബുക്ക് വായിക്കുമ്പം
ബുക്കിന്റെ ABCD ഇങ്ങനെ കുറിച്ച് വെച്ച് വായിക്കുന്നതിനേക്കാളും നമ്മളെ ടച്ച് ചെയ്ത കാര്യങ്ങൾ അത് പിന്നെയും പിന്നെയും നമ്മുടെ ഉള്ളിൽ വരും. ടച്ച് ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വരണമെന്നില്ല. പിന്നെ എന്നെ ടച്ച് ചെയ്ത വേറൊരു ഈ ഞാൻ വായിച്ച ഇതില് റിക്രിയേഷൻ ഒരു റീക്രിയേഷൻ ആക്കുക എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. റിക്രിയേഷൻ എന്ന് പറയുന്നത് വെറും വിനോദം മാത്രമല്ല, നമ്മളെ അല്ലെങ്കിൽ എന്തൊരു സാഹചര്യത്തെ റീക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് റിക്രിയേഷൻ. അത് സത്യമല്ലേ? റീക്രിയേഷൻ ഇല്ലെങ്കിൽ റിക്രിയേഷൻ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അതൊരു ഭയങ്കര ഒരു നമ്മുടെ മനസ്സിനെയൊക്കെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് ഇത് റീക്രിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും ഈ ബുക്ക് ഒന്ന് വായിക്കണം, ഓഡിയോ കേൾക്കണം. ഇതിനകത്ത് ഓഡിയോ ഇട്ടിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ മനോഹരമായിട്ട് അവരുടെ കൂടി അനുഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. ഇതൊരു ആവശ്യമുള്ള ബുക്കാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇത് വായിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊരു ഓഡിയോ ഇടാൻ വേണ്ടിയിട്ട് വായിച്ച രീതിയിലല്ല ഇതിലാരും വായിച്ചിരിക്കുന്നത്. ഞാൻ അവസാന നിമിഷത്തിൽ അവസാനം ഇട്ടവരുടെ 1-2 കേൾക്കാത്തുള്ളൂ, 1-2 പീസസാ കേൾക്കാത്തുള്ളൂ. ബാക്കി എല്ലാം കേട്ടു. കാരണം അത്ര മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വായിച്ച ബുക്ക് ആയതുകൊണ്ട് ഇത് ഓഡിയോ കേൾക്കുമ്പോ അതിൽ കൂടി നമ്മൾ തന്നെ ആ ബുക്കിന്റെ ഉള്ളിൽ കൂടി പോവുകയാണ്. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ബുക്ക് വായിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ അത് തന്നെയല്ല, എപ്പോഴും പറഞ്ഞല്ലേ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ട്. പബ്ലിക് സ്പീക്കിങ് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര പേടിയായിരുന്നു. ഉഷ എപ്പോഴും പറഞ്ഞായിരുന്നു. പക്ഷെ അന്നൊക്കെ പറയുന്ന ഉഷയല്ല ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന ഉഷ. തുടക്കത്തിലെ ഉഷ പറയായിരുന്നു ഭയങ്കര പേടിയാണ് എനിക്കെന്ന്. പക്ഷെ ഇപ്പൊ ഉഷ എന്ത് നന്നായിട്ടാണ് ഡെലിവറി ചെയ്യണത്, ഓരോ ക്ലാസ്സുകളും ഡെലിവറി ചെയ്യുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം ഒരുപാട് വളർന്നിട്ടുണ്ട് ഉഷ. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ വളർച്ചയ്ക്ക് ഈ ബുക്ക് കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ വായിക്കുന്ന ഓരോ സെന്റൻസും നമുക്ക് വളരെ മനോഹരമായിട്ടാണ് തോന്നുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പറയുന്നുണ്ടല്ലോ അദ്ദേഹം. ഫോണൊക്കെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അതും ഇപ്പോഴത്തെ അത് അദ്ദേഹം അന്ന് എഴുതിയപ്പം ഇത്രയും സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് മുന്നിൽ കണ്ട് അത് എഴുതാനുള്ള ഒരു കഴിവും ആർജവത്വവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും വലുതായിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ആ ഒരു അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് അദ്ദേഹം ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് ഒരു 101 ലെസൺസ് എഴുതിയിട്ട് അത് ഒരു മാല പോലെ കൂട്ടിച്ചേർത്തിട്ടിരിക്കുന്നതാണ്. സത്യത്തിൽ ഇതിനകത്ത് ചിലതൊക്കെ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തന്നെ അത് വിയോജിപ്പ് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ അത് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. പിന്നെ അദ്ദേഹം എഴുതിയ കാലവും നമ്മളിപ്പോ വായിക്കുന്ന കാലവും ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് നമുക്ക് വായിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ഉഷ ആൻഡ് താങ്ക് യു പ്രഭ. പ്രഭ പോയെന്ന് തോന്നുന്നു. പക്ഷെ പ്രഭ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. തീർച്ചയായിട്ടും, അതായത് പബ്ലിക് സ്പീക്കിംഗ് ഈസ് എബൌട്ട് ദ ഡെത്ത് ഫിയർ എന്ന് നമ്മൾ പഠിച്ചതും ക്രിയേറ്റീവ് തിങ്കേഴ്സിലൂടെയാണ്. ഇനി സ്നേഹ മാം ഇല്ല, നീതു ഉണ്ടോ? നീതു കയറിയായിരുന്നല്ലോ. നീതു, രഞ്ജിനി ചേച്ചി. എന്തോ ഞാൻ ഇവിടെ ഉണ്ട്. യെസ്, പറഞ്ഞോളൂ. ഓക്കെ. ഈ ബുക്കിൽ എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടുള്ള പോർഷൻ 63 to 76 ആണ്. അതായത് ഒരു 14 ചാപ്റ്റേഴ്സ് ആണ് വായിച്ചത്. അതിൽ ബാക്കി എനിക്ക് മുമ്പ് വായിച്ചിട്ടുള്ള അബ്ദുൾ സാറ്, സ്നേഹ, ആലിസ് മാഡം എല്ലാവരും അതിമനോഹരമായിട്ടാണ് ആ എക്സ്പ്ലനേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇത് മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. ബിക്കോസ് ഇത് മിസ് ചെയ്ത് ഇതൊരു വലിയ നഷ്ടമാണത്. ശരി, ഈ മാസത്തിന്റെ നഷ്ടം, കഴിഞ്ഞ മാസത്തിന്റെ നഷ്ടം എന്ന് വേണേൽ നമുക്ക് രേഖപ്പെടുത്താം. ഈ ബുക്ക് അതുപോലെ നമ്മൾ വായിച്ച് എൻജോയ് ചെയ്യേണ്ടതും ഓരോ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ വായിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ പശു നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടോ, വെറുതെ ഇരിക്കുമ്പോൾ ചവച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഉദാഹരണത്തിന് എൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ഞാൻ വായിച്ച ബിക്കം ദ CEO ഓഫ് യുവർ ലൈഫ്. ഇത്രയും ഈ പുള്ളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ആകെത്തുകയാണത്. ശരിക്കും പറഞ്ഞാൽ ബിക്കം ദ CEO ഓഫ് യുവർ ലൈഫ് എന്താ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഒന്നും ചാൻസിന് വിട്ടുകൊടുക്കരുത്. ടേക്ക് ചാർജ്. ഇതാണ് അദ്ദേഹം പറയുന്നതിന്റെ പ്രധാന കാര്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലേൺ മെഡിറ്റേഷൻ. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, സ്നേഹ മാം ഉണ്ട്.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇൻക്രീസ് യുവർ വാല്യൂ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ വാല്യൂ എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. നമുക്കൊരു ബുക്ക് വായിക്കുന്നതിലൂടെ ഇൻക്രീസ് ചെയ്യാം. നമുക്കറിയാം നമ്മളുടെ കൂടെ റീഡിങ് ചെയ്യാൻ വരുന്ന ഒരാളാണ് മണി. നമ്മുടെ ആലീസ് മാഡത്തിന്റെ ഹെൽപ്പറാണ്, ഡൊമസ്റ്റിക് ഹെൽപ്പറാണ്. പക്ഷെ മണി വായിക്കുന്നുണ്ട്, മണി പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, നമ്മളുടെ വോയിസിലൂടെ ഒക്കെ പല കാര്യം കേൾക്കുകയാണ്, പഠിക്കുകയാണ്. മണി ഈസ് അപ്സ്കില്ലിങ്. ഓക്കെ, അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇൻക്രീസ് അവർ വാല്യൂ. അപ്പം നമ്മളുടെ പ്രസൻസ് തന്നെ ചില സമയത്ത് ചിലർക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും ഈ 4 കൊല്ലത്തെ പ്രചോദനങ്ങളിലെ എൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് തന്നിട്ടുള്ള കാര്യമാണ്. എൻ്റെ ക്യാരക്ടർ, എൻ്റെ ഔട്ട്ലുക്ക്, ഇതെല്ലാം മാറ്റാനായിട്ട് ശരിക്കും എനിക്ക് ഈ ബുക്സ് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ബുക്കിൽ ഉള്ള ഒരു കാര്യം, അത് ആരാ വായിച്ചതെന്ന് ഞാനിപ്പോ ഓർക്കണില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നത് മാസ്റ്റർ യുവർ ടൈം. ഈ ടൈം എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് കമ്മോഡിറ്റിയാണ്. ഈ ടൈം കിട്ടൂല നമ്മൾക്ക് നമ്മളുടെ ലൈഫിന്റെ ചാർജ് നമ്മൾ എടുക്കുവാണെങ്കിൽ യു ഓൾസോ ഹാവ് ടു സേ നോ ടു വെറൈറ്റി ഓഫ് ഡിഫറെന്റ് തിങ്സ്. അതാണ് ഞാൻ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് പറഞ്ഞത്. ഈ ക്യാരി യുവർ ഗോൾ കാർഡ്. ഞാനൊരു ഗോൾ കാർഡുമായിട്ട് മാത്രം നടന്നാൽ പോരാ. ഇപ്പൊ ചില കാര്യങ്ങൾ ചിലരോട് നമുക്ക് നോ പറയാനേ പറ്റില്ല, നോ പറയാൻ പറ്റില്ല. വൈകുന്നേരം 9 മണിക്ക് ഡിന്നർ വേണം എന്ന് പറഞ്ഞാൽ ഡിന്നർ വേണം, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ വിശക്കുന്ന വയറുമായിട്ട് എൻ്റെ മോൻ വന്ന് നിൽക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തീരെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യണം. അത് ഗോൾ കാർഡിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്, അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ, പിന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. അതായത് കംപ്ലൈനിങ് എന്ന് പറഞ്ഞ കാര്യം ടോട്ടലി അത് കട്ട് ഓഫ് ചെയ്ത് കളയുക. ഓരോ ആൾക്കാർക്കും പല ഇഡിയോസിൻക്രസീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ. അവർ ചിലപ്പോൾ മൈക്രോ ഒബ്സർവ് ചെയ്യും, മൈക്രോ കമന്റ് ചെയ്യും. ഇതൊന്നും നമ്മൾ ചെയ്യാതിരുന്ന് നോക്കൂ, നമുക്ക് ഭയങ്കരമായ മനസ്സമാധാനമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ബി എ ബെറ്റർ പാരന്റ് അതുപോലെ തന്നെ പറയുന്നത്. പിന്നെ പറയുന്നത് ഇപ്പൊ ഈ എന്ത് കാര്യത്തിനും അദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു കോച്ചിനെ എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കൊരു കോച്ച് ഉണ്ടാവണം ലൈഫിൽ, ആരെങ്കിലും, സംബഡി ഹൂം വി ക്യാൻ ലുക്ക് അപ് ടു, ഗെറ്റ് എ കോച്ച്. 54ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പം ഈവൻ പാരന്റിങ്ങിന് പോലും അദ്ദേഹം ഒരു സെമിനാർ കൊടുത്ത കാര്യവും അതിൽ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ കാര്യവും ഒക്കെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോർജ് ബെർണാഡ് ഷോ പറഞ്ഞ പോലെ the people who get on in this world are the people who get up and look for circumstances they want. If they can't find it, they make it. എത്ര ഇതായിട്ടുള്ള കാര്യമാണെന്ന് നോക്കൂ. നമ്മൾ കൊച്ചൗസേബ് സാറ് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചതാണ്. അദ്ദേഹം ആ സമയത്ത് എന്ന് പറയുന്നിടത്ത് സാറിന്റെ മോന്റെ കൂടെ ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, ആലീസ് മിസ്സിന്റെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പം അദ്ദേഹം അന്ന് സർക്കംസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ സർക്കംസ്റ്റൻസ് ഉണ്ടാക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വൈഫ് അതുപോലെ തന്നെ, അദ്ദേഹത്തിന്റെ മക്കള്, അവരെല്ലാവരും സർക്കംസ്റ്റൻസ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. സോ there is nothing that stops you from being the CEO of your life because you have full control. ആ കൺട്രോൾ എടുത്ത് നമ്മൾ മുന്നേറിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും എന്നീ ബുക്കിലൂടെ പറയുകയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കണം. താങ്ക് യു. താങ്ക് യു ചേച്ചി. ആൻഡ് ഇതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പോർഷൻ വായിച്ച വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നീതു, ആലിസ് മാഡം, രഞ്ജിനി ചേച്ചി, എന്റെ വോയിസ്, ബീന മാം, ഇവർക്കൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മളിങ്ങനെ ബുക്ക് ക്ലബില് ബുക്ക് ഇടുമ്പത്തേക്കും ഞാൻ റെഡി എന്ന് പറഞ്ഞു വന്ന് വായിക്കുന്നവരാ. എന്നാൽ സ്നേഹ മാം എന്ന് പറയുന്നത് വളരെ അപൂർവം നമ്മൾക്ക് ഒരു ബ്രീഫിങ് ചെയ്ത് കിട്ടണതാ. മാഡത്തിന്റെ ഇത് വന്ന വശം എനിക്ക് പല പേര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, ഹു ഈസ് ദിസ് പേഴ്സൺ എന്നുള്ളത്. കാരണം അത്രയും ഇമ്പാക്റ്റ് ആയിരുന്നു ആ ഓഡിയോസിന്. അപ്പൊ സ്നേഹ മാമിൽ നിന്ന് നമുക്ക് ലൈവായിട്ട് കേൾക്കാം. ഓവർ ടു യു മാം. ഗുഡ് ഈവനിങ്. താങ്ക് യു ആലിസ് മാം, അനുഷ മാം. പ്രത്യേകിച്ച് പ്രഭ മാമിനോട് ഒരു താങ്ക് യു പറയട്ടെ. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ റോബിൻ ശർമ്മയുടെ എല്ലാ ബുക്സും, റോബിൻ ശർമ്മയുടെ എന്നല്ല, മോട്ടിവേഷണൽ റൈറ്റേഴ്സ് എല്ലാവരുടെയും ബുക്സിലും ഇവർ അവരുടെ റീഡിങ് ഹാബിറ്റ് തന്നെയാണ് നമ്മൾ ഈ പുതിയ ഇതിൽ കാണുന്നത്, മോട്ടിവേഷണൽ റൈറ്റിംഗിൽ കാണുന്നത്. പ്രഭ മാം പറഞ്ഞ പോലെ ഓരോ ഏജിൽ വായിക്കുന്നതിന്റെ ഇമ്പാക്റ്റും ദാറ്റ് ഈസ് ഡിഫറെന്റ്, ആൻഡ് ദാറ്റ്സ് ട്രൂ ഓൾസോ.
അപ്പൊ അത് ആ ഒരു ഇത് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി. അതുപോലെ അന്ന് വായിച്ചതല്ല, ഞാൻ എന്റെ 20s എമേഴ്സണും തോറോയും വായിച്ചു തുടങ്ങി, പക്ഷെ കംപ്ലീറ്റ് ചെയ്തില്ലെന്ന്. പക്ഷെ അന്നുണ്ടായിരുന്ന ആ ഒരു ആസ്പെക്റ്റിലല്ല ഞാൻ എന്റെ 30s വീണ്ടും ഒരു ഇഷ്ടം കൊണ്ട് വീണ്ടും വായിച്ചു തുടങ്ങി. എന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം അതൊരു ബൈബിള് പോലെയുള്ളൊരു ബുക്കാണത്. ശരിക്കും പറഞ്ഞാൽ അത് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കും നമുക്ക്, എമേഴ്സണും തോറോയും ഒക്കെ. അതിൽ നിന്നുള്ള കുറെ ഇതുണ്ട്. അത് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം റോബിൻ ശർമ്മയെ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആ ബുക്സ്. ഈവൻ അതിൽ വേർഡ്സ്വർത്തിന്റെ പറയുന്നുണ്ട്, ജെയിംസ് അലൻ, ഇങ്ങനെ ഒത്തിരി റൈറ്റേഴ്സിനെ. ആദ്യത്തെ ആ ഒരു 16 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ബ്രീഫ് ചെയ്തത്. ആ 16 ചാപ്റ്റേഴ്സിലും അത് തന്നെ പറയുന്നത്. ഇനി ഇതിലൊരു ക്രിട്ടിക്കൽ ഇത് പറയുകയാണെങ്കിൽ ആലിസ് മാം പറഞ്ഞ പോലെ എനിക്കും കുറെ കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. പക്ഷെ എഴുതിയ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസമായിരിക്കാം ഒരു പക്ഷെ എന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം കുറച്ചുകൂടെ പറഞ്ഞ ഒരു സെർമൺ പോലെ ചിലപ്പോൾ തോന്നും, നമ്മളോട് ഇതങ്ങ് ചെയ്തേക്കോ എന്ന് പറയണ പോലെ. പക്ഷെ ഇന്നത്തെ ഒരു റിയാലിറ്റി ഓഫ് ലൈഫ് വെച്ചിട്ട് അത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതല്ല പറ്റുന്നതെന്ന്. ഇതിൽ കൂടുതലും ഈ ചാപ്റ്റേഴ്സിലേക്ക് ഇനി കിടക്കുകയാണെങ്കിൽ പറയുന്നത് ലിവ് വിത്ത് എ പേർപ്പസ് എന്നാണ്, ഒരു പേർപ്പസ് ആണ്. പിന്നെ ഇതിൽ തന്നെ പ്രഭ മാം പറഞ്ഞതിനോട് യോജിക്കുന്ന ഒരു കാര്യം, ഇതിൽ ഏറ്റവും ആ 16 ചാപ്റ്റേഴ്സിലും ഈ ബുക്കിൽ ഉടനീളം എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, ഒരു ലിവിങ് വിത്ത് ആൻ അംബീഷൻ. അതെപ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ളൂ. റാദർ ദാൻ ലിവിങ് വിത്ത് അംബീഷൻ, ഒരു ബേണിംഗ് ഡിസയർ ടു സെർവ് അതുണ്ടാവുമ്പോഴാണ് ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നുള്ളൊരു ഫീലിംഗേ നമുക്ക്, ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ചില പ്രായമായവർക്ക് ഇപ്പോഴും അതൊരു വിഷമമാണ്. ഈവൻ ഫിയർ ഓഫ് ഡെത്ത് ഉണ്ട്. ഇതൊക്കെ പ്രായമാവുമ്പോഴും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ ഒരു അംബീഷനോട് കൂടി ജീവിച്ചവരാണ്. ആ അംബീഷനിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡും ആവില്ല, എത്ര വലിയ ഇതായാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആവില്ല. ബട്ട് ലിവിങ് വിത്ത് എ പേർപ്പസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സെർവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പേർപ്പസ് വന്നു, ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് അതേഴ്സ് എന്നൊക്കെ പറയുമ്പോഴാണ് അതൊരു ട്രൂ ഇത് വരുന്നത്. പിന്നെ ഒരു എഴുതിന്റെ സ്റ്റൈൽ ആണെങ്കിലും ഓരോ ചാപ്റ്ററും പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആണ്, ക്രിസ്പി ആണ്. ഇതൊക്കെ ആണെങ്കിലും ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാഫിക്ഷൻ സ്റ്റൈൽ എന്നൊക്കെ പറയണ ഒരു ചാപ്റ്റർ അതൊരു കണ്ടിന്യൂസ് അല്ല, ഓരോന്നും വേറെ പോലെയാണ്. ജേർണൽ ആണ്, മറ്റൊന്നിൽ വേറൊരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ജേർണൽ എങ്ങനെ എഴുതണം എന്നുള്ളതല്ല പറയുന്നത്. പിന്നെ അടുത്ത വേറൊരിടത്തിലേക്ക് വരുമ്പോൾ വറി ബ്രേക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ ഇസ് ഡിഫറെന്റ്. അപ്പൊ ഈ ചാപ്റ്ററും ഓരോ ഡിഫറെന്റ്, ഒരാളുടെ തന്നെ പേഴ്സണൽ ലൈഫിലെ ഡിഫറെന്റ് ഏരിയാസിനെയാണ് അത് ടച്ച് ചെയ്തത്. അവിടെ ഇപ്പം വറി എപ്പോഴും ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആൾക്ക് അത് വറി ബ്രേക്കിനോട് ആവശ്യമായിരിക്കാം. ജേർണലിന് വേണ്ടി ആൾക്ക് ജേർണൽ എഴുതുക, അങ്ങനെയുള്ളത്. പക്ഷെ ഈ ബുക്കില് എനിക്ക് ഏറ്റവും കൂടുതൽ ആ 16 ചാപ്റ്റേഴ്സിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇത് 9th ചാപ്റ്ററിൽ, ദ മോസ്റ്റ് എഫക്റ്റീവ് പീപ്പിൾ കോൺസെൻട്രേറ്റ് ഓൺ ദെയർ ഏരിയാസ് ഓഫ് എക്സലൻസ്, that is on the things they do best and on those high impact activities that will advance their life work. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്നത് 12th ചാപ്റ്ററിൽ. വീണ്ടും the worry about their jobs, the bills, the environment, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് വറി ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു സൈലൻസ് ഇതിൽ പറയുന്നത്, ഞാനൊരു ഇത് പറയുന്നത്, ഞാൻ ഒരിക്കൽ എൻ്റെ ആന്റിയുടെ വീടിന്റെ അടുത്ത് പോയപ്പോ തൊട്ട് നെയ്ബർ വൈഫ് ഒരു സിവിൽ സർവീസും ഹസ്ബൻഡ് ഡോക്ടറുമാണ്. അപ്പം പുള്ളിക്കാരത്തി വറീഡാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ, വളരെ യങ് ആയിരുന്നു അന്ന് അവര്. അപ്പം എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കുകയാണ്, see your duty is to do the administration. അപ്പൊ വീട്ടുജോലികൾ ചെയ്യാൻ അത് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടും. ഇത് വായിച്ചപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അന്ന് നമ്മളിവിടെ ഓരോരുത്തരും മൾട്ടി ടാസ്കിങ്, വിമൺ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ആണ്, ഇതാണെന്നും പറഞ്ഞ് എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ നോക്കുന്ന ഒന്നിലോട്ട് ഒരു പെർഫെക്ഷൻ ഉണ്ടാവത്തുമില്ല. അല്ലെങ്കിൽ എങ്ങനെയോ ഒരു അവിയൽ പരുവത്തിലാക്കി വെച്ച് പോകുന്നു. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാല് ഈ പ്രത്യേകിച്ച് സ്കിൽ ഫാമിലിയിൽ ഓരോരുത്തരോടും നമുക്ക് ഓരോ ചിലപ്പോൾ മൂഡ്സ്, ഒരു നല്ല സമയങ്ങളൊക്കെ ഉണ്ടാവും. സ്കിൽ ഫാമിലിയിലാണെങ്കിൽ പോലും ഇവിടെ പ്രചോദനയുടെ അതിൽ നിന്നൊരു പാട്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒത്തിരി പേര്, ബീന മാം, അങ്ങനെയൊക്കെ പലരും ചെറിയ സെന്റൻസ് ആയിരിക്കും, അതൊക്കെ ഒത്തിരി നമ്മൾക്ക് ആ സമയത്ത് ഒരു ഡള്ളായിട്ടിരിക്കുന്ന ഇതിൽ നമുക്കൊരു ട്രിഗർ തരും, ശരിക്കും ബുക്സ് തരുന്നത് പോലെ തന്നെ. അതുപോലെ ആലിസ് മാം പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു ഫീൽഡില്, പക്ഷെ മാം വേറൊരു ഫീൽഡിലാണ്, ഡെന്റൽ ഫീൽഡിലാണ്. പക്ഷെ ഇപ്പൊ പ്രഭ മാം ഓരോ ഏരിയ സ്പെഷ്യലൈസ് ചെയ്ത് അഡ്വക്കേറ്റ് ആണെങ്കിലും ആ ഏരിയയിലെ ഏത് ഏരിയ ആണ് എക്സലൻസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് പീപ്പിൾ കോൺസെൻട്രേറ്റ് ഓൺ ദർ എക്സലൻസ്. അത് കൊടുക്കുന്ന ഒരു ഇത് സെർവിങ് അതേഴ്സ് ആണ്. അത് എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു, സൊസൈറ്റി എങ്ങനെ
ആ ഒരു പിള്ളേരെയൊക്കെ ആ മോൾഡ് ചെയ്യുന്ന ഒരു രീതി തന്നെ എന്തൊരു വ്യത്യാസമാണ്. അപ്പൊ അതുണ്ടാക്കുന്ന ഇമ്പാക്ട്, അതുകൊണ്ട് തന്നെ പ്രഭ മാം ഇപ്പൊ പറയുന്നതിൽ ആ ഒരു കാഴ്ചപ്പാടില് ഒട്ടും ഫിയർ തോന്നുന്നില്ല. ഹു വിൽ ക്രൈ വെൻ ഐ ഡൈ എന്നുള്ളതിന് ബോധേഡേ അല്ല. കാരണം അങ്ങനെ ഒരു സർവീസ് ആണ് വരുന്നത്. അത് തന്നെയാണ് ഈ ബുക്കിൽ പറയുന്ന ഒരു കാര്യവും. അങ്ങനെ ഒരു ഫിയറിന്റെ ആവശ്യമേ ഇല്ലെന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന ഏരിയയിൽ, അല്ലാതെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടാതെ വീട്ടില് ഇപ്പൊ പറഞ്ഞ നമ്മൾ പിള്ളേരുടെ കാര്യവും ഇതെല്ലാം നോക്കി വരുമ്പം ഒന്നുമില്ല, അവര് സർവൈവ് ചെയ്തോളും. നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളില്ലേലും ദിസ് വേൾഡ് വിൽ മൂവ് ഓൺ എന്ന് പറയണവര്, നമ്മുടെ ഫാമിലി ആണെങ്കിൽ വിൽ മൂവ് ഓൺ. റെസിന മാം പറയണവര് കുറച്ച് ദിവസത്തേക്ക് ആ ഗ്രീഫും ഒക്കെ ഉണ്ടാവും, അത് കഴിയുമ്പോൾ അതൊന്നും ഇല്ല, ഇറ്റ് വിൽ ഗോ ഓൺ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും തോന്നിയത് ഓരോന്നും ഓരോ ഇതാണെങ്കിലും കുറെയൊക്കെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഒരു മോറൽ ഇത് ഒരു എത്തിക്സിലേക്ക് പോകുക മസ്റ്റ് ആയിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒത്തിരി ഒരു പ്രാക്ടിക്കൽ ഗൈഡൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്. ഓരോ ചാപ്റ്ററും എങ്ങനെ വേണം നമ്മൾ ആക്ട് ചെയ്യാൻ എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഹൗ ക്യാൻ വി ആക്ട് എന്നുള്ളതിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് തിങ്കിങ് മൈൻഡ് അല്ല. പിന്നെ പ്രചോദന ബുക്ക് ക്ലബ്ബ് ഇതിന്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ തന്നെ ഓഥറിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് റീഡിങ് ഹാബിറ്റ് ആണ്. അത് പറയുന്നുമുണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ് മേക്സ് മൈൻഡ്. അത്രയും നമ്മളെപ്പോഴും ഒരു ഹാൻഡോ അല്ലെങ്കിൽ ഒരു ജോയിന്റ് പെയിൻ വരുന്നതിന് കാരണം മൊമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് മസിൽസിന്റെ വീക്ക്നെസ് വരുന്നതെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബ്രെയിൻ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഫോൺ അതൊട്ടും ഒരു സൊല്യൂഷനേ അല്ല. അന്നത്തെ കാലത്ത് അൽസ്മാൻ പറഞ്ഞ മാതിരി അതില്ലാഞ്ഞത് കൊണ്ടും പക്ഷെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സാറ് പറയുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കാർട്ടൂൺസ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്? ശരിക്കും നമ്മുടെ പ്രോഡക്റ്റ് ആണോ കാർട്ടൂൺസ് എന്ന് പറയുന്നത്? നമ്മളിപ്പം പണ്ട് കാലത്ത് ടോം ആൻഡ് ജെറി ഇത് മാത്രമേ ഉള്ളൂ. എന്നാലും അതൊന്ന് ടി വി ഒക്കെ വന്ന സമയത്താണെങ്കിൽ അത് കാണുമ്പോൾ ഒന്ന് നിന്നു പോകും. അത് കാണാൻ വേണ്ടി കുട്ടികൾ കാണുന്നതാണെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ ബ്രെയിൻ വർക്ക് ചെയ്യുകയും ഓരോ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിരുന്നതും. ഇന്ന് നമ്മുടെ കുട്ടികൾ അത്രയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം റീഡിങ് ഹാബിറ്റ് ഉണ്ടെന്ന് ഇല്ലെന്ന് പറയുന്നില്ല പൂർണ്ണമായിട്ടും, ബട്ട് സ്റ്റിൽ നമുക്കത് ബ്രെയിൻ വർക്കിംഗ് ഇല്ല. നമ്മൾ കുട്ടികളെ ഫുഡ് കൊടുക്കുന്നത് വരെ ഈ ടി വി മൊബൈലും കയ്യിൽ കൊടുത്തിട്ടാണ്. അപ്പൊ അത് വർക്ക് ചെയ്യുന്നില്ല. ഒരു 35 ഇയേഴ്സ് ബാക്ക് ആണ് ഇത് സാർ പറയുന്നത്. നമ്മളിത് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേക്കും അവര് ഇതാകും. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻസിന്റെ അവരുടെ മിക്ക മൂവീസും കിടന്ന ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒരു ബീയിങ് ആയിരിക്കും അവരുടെ മൂവീസിൽ മുഴുവനും, അല്ലാതെ നമ്മുടെ പോലെ ഒരു മലയാളം മൂവി കാണുന്നത് പോലെയൊന്നും അല്ല. അപ്പൊ ദേ ഫിയർ, എന്താണ് അവർ ഫിയർ ചെയ്യുന്നത്? അവരുടെ സുപ്രീമസി പോകുമോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ കാർട്ടൂൺസ് വിടുമ്പോഴും നമുക്കാണത് നഷ്ടം ഉണ്ടാക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇതൊന്നും ഇല്ലാതെ ഇത് കണ്ടു വളരുന്നു. ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാല് കുട്ടികളെക്കാളും അധികം മുതിർന്നവര് വായിക്കുകയും അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിയുകയും അത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് സൊസൈറ്റിയെ എങ്ങനെ സെർവ് ചെയ്യണം, എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാന്ന് ഉള്ളതുമായിരിക്കണം. എനിക്കതാണ് ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ തോന്നിയത്. നമ്മൾ തന്നെ ആകുമ്പോഴും മറ്റുള്ളവർക്ക് എങ്ങനെ ബി കൈൻഡ് എന്നൊക്കെ ഉള്ളത് ഒരു ഭാഗം മാത്രമാകുന്നുള്ളൂ. പക്ഷെ ജനറലി പറയുമ്പോൾ ഇങ്ങനെ കുറെ ഭാഗങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ഒരു ഇന്റർപ്രറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇങ്ങനെ ഒരു അത് ഞാൻ തീർച്ചയായിട്ടും വർഷത്തിൽ ഒന്നെങ്കിലും ഇനി തീർച്ചയായിട്ടും വരും കേട്ടോ. അങ്ങനെ പറയണ്ട. താങ്ക് യു. തീർച്ചയായിട്ടും അത് നമ്മൾ അത്രയും മെമ്പേഴ്സ് ആയി വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഇഷ്ടത്തോടെ കഷ്ടപ്പെട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. യെസ്. ആൻഡ് നെക്സ്റ്റ് നീതു. Hi, good evening all. First of all, special thanks to my favorite auntie Alice auntie and of course Usha ma'am. ഇത്രയും നല്ലൊരു ബുക്ക് സജസ്റ്റ് ചെയ്തത്. ഞാനൊരു ഭയങ്കര വലിയ റീഡറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്ക് വായിക്കാൻ. പക്ഷെ ഫിലോസഫിക്കൽ ബുക്സിലോട് എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി ഒരു ബോറടിക്കാറുണ്ട് കേട്ടോ. ഞാൻ സിൻസിയറായിട്ട് പറയുകയാണെ, എനിക്ക് ചെറുതായിട്ട് ബോറടിക്കും. പക്ഷെ ഈ ബുക്ക് സൂപ്പറായിരുന്നു. ഭയങ്കര നല്ല റോബിൻ ശർമ്മയുടെ നല്ലൊരു ബുക്കായിരുന്നു. എനിക്ക് ബ്രീഫ് ചെയ്യാൻ കിട്ടിയത് ചാപ്റ്റർ 17 തൊട്ട് 32 വരെയാണേ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ചത് തന്നെ എനിക്ക് നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് അവർ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ലൈക്ക്
നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് എന്നെ തന്നെ എനിക്കൊന്ന് എന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ബുക്ക് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ബ്രീഫ് ചെയ്ത ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ചാപ്റ്റർ 17 ഇറ്റ് വാസ് ലൈക്ക് തിങ്ക് അബൌട്ട് യുവർ ഐഡിയൽ നെയ്ബർഹുഡ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് നമ്മളോട് വിഷ്വലൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഐഡിയൽ നെയ്ബർഹുഡ് എങ്ങനെ ആയിരിക്കണം. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അത് എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ സ്ട്രീറ്റ് നെയ്ബേഴ്സ് ലോക്കൽ റുട്ടീൻസ് അതെങ്ങനെ നിങ്ങൾക്ക് ആദ്യം വിഷ്വലൈസ് ചെയ്ത് പിന്നെ നിങ്ങളുടെ എന്ത് നെയ്ബർഹുഡ് ആണെങ്കിലും അത് ആ രീതിയിൽ ആയിക്കോളും. ലൈക്ക് അതൊരു റിയൽ എസ്റ്റേറ്റ് അഡ്വൈസ് പോലൊന്നും അല്ല. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മുടെ വാല്യൂസ് ചെക്ക് ചെയ്യുക, നമ്മുടെ നെയ്ബർഹുഡിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മൾ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾക്കത് ലോങ് ടേം ഗോൾ ആവാം, പക്ഷെ നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുന്ന അനുസരിച്ചിരിക്കും. അപ്പൊ ശരിക്കും കോൺക്രീറ്റ് ആക്ഷൻ എടുക്കാനാണ് അദ്ദേഹം നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്താൽ നമ്മുടെ ഐഡിയൽ നെയ്ബർഹുഡിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ലൈക്ക് അത് ഇന്നർ നെയ്ബർഹുഡ് ആവാം എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ചാപ്റ്റർ 18 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ. ആൻഡ് ഇറ്റ് വാസ് ഗെറ്റ് അപ്പ് ഏർലി. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക നൈറ്റ് ഔൾ ആണ് കേട്ടോ. എനിക്ക് രാത്രി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കും, പക്ഷെ രാവിലെ എഴുന്നേക്കാൻ എന്നോട് പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമാണ് ഗെറ്റ് അപ്പ് ഏർലി. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ചാപ്റ്റർ വായിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ എന്ത് രസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപ് നമ്മളൊന്ന് എഴുന്നേക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വയറ്റ് ടൈമാണ് കിട്ടുന്നത് നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ, നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ, നമ്മുടെ നമ്മുടെ വർക്ക് ഏതാണ് ഹൈ വാല്യൂ വർക്ക് എന്ന് ആലോചിക്കാം. അപ്പൊ ലോകം എഴുന്നേക്കുന്നതിന് മുമ്പ്, അതായത് വേൾഡ് ശരിക്കും പറഞ്ഞാൽ ഉണർന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇച്ചിരി ടൈം എഴുന്നേറ്റ് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഇന്നർ തോട്ട്സിലോട്ടൊന്ന് പോകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഭയങ്കര നല്ലതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ആ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സിനെ കുറിച്ച്, ഒരു കാം, ഒരു കൺട്രോൾ, ആ ഒരു പീസ്ഫുൾ ഫീലിംഗ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ആൻഡ് ലൈക്ക് പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അൺഡിസ്റ്റർബ്ഡ് പ്ലാനിങ് ഉണ്ടാവാം, പിന്നെ ഒരു എക്സസൈസ് വേണമെങ്കിൽ എക്സസൈസ് ആവാം, ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവാം. അപ്പൊ അദ്ദേഹം അതിന് ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള റുട്ടീനാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ചാപ്റ്റർ 19 വരുന്നത് സീ യുവർ ട്രബിൾസ് ആസ് ബ്ലെസ്സിങ്സ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ച ഓരോ ചാപ്റ്റേഴ്സും ഒന്നിനൊന്നും മികച്ച ചാപ്റ്റേഴ്സ് ആണ്. അതിന് ഒരുപാട് എന്താ പറയുക ഒരുപാട് എൻകറേജ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഈ ട്രബിൾസ് നമ്മൾ എങ്ങനെ ബ്ലെസ്സിങ്സ് ആയിട്ട് കാണും. നമുക്കൊരു വിഷമം വരുമ്പോഴത്തേക്ക് നമ്മൾ ആകെ പതറി പോകാറുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് നമുക്ക് ഒരു ട്രബിൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രബിൾ നിങ്ങൾ എന്താ പഠിപ്പിച്ചു തരുന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. അതായത് നമുക്ക് എന്ത് സെറ്റ് ബാക്സ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുന്നു അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കുക. അതായത് എന്ത് ട്രബിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് പഠിച്ച് അടുത്ത വട്ടം ഈ ട്രബിൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അദ്ദേഹം വളരെ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ടോണിലാണ് കേട്ടോ അത് പറഞ്ഞേക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ടാണ്. ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് യു വിൽ സഫർ ലെസ് ആൻഡ് ലേൺ മോർ ഇഫ് യു ലേൺ ഫ്രം ദ ട്രബിൾസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പൊ സീ യുവർ ട്രബിൾസ് ആസ് എ ബ്ലെസ്സിങ്. ഇനി ചാപ്റ്റർ 20 അത് ലാഫ് മോർ. സൂപ്പർ. അദ്ദേഹം പറയുന്ന ലാഫ്റ്റർ നമ്മൾ ലാഫ് ചെയ്യാൻ വേണ്ടി വലിയ പ്രത്യേകം വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഭയങ്കര ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഹാബിറ്റും കൂടിയാണ്. നമ്മൾ ചിരിക്കുന്തോറും മറ്റുള്ളവർ ചിരിക്കുകയാണ്. അത് ഒരുപാട് ഞാൻ ഒരുപാട് ചിരിക്കുന്ന ആളാണ്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഓരോ ചാപ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര പ്രാക്ടിക്കൽ ആയിരുന്നു. ഞാൻ ചിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹം പറയാണ് ചിരിച്ചോളൂ. അത് ചിരിക്ക് പ്രത്യേക വിലയൊന്നും കൊടുക്കണ്ട, അതുപോലെ നിങ്ങൾക്ക് ഹൈ റിട്ടേണും കിട്ടും. മാത്രമല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. നിങ്ങളുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യും, നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യും, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രാക്ടീസ് പറയുന്നുണ്ട് കേട്ടോ. അതായത് അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള മീഡിയ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തമാശ കിട്ടുന്ന മൂമെന്റ്സ് നിങ്ങൾ തന്നെ സീക്ക് ചെയ്യുക. എന്ത് രസമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞേക്കുന്നത്. അപ്പം ലാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രമല്ല, നമുക്കതൊരു ആയുധം കൂടിയാണെന്നാണ് അദ്ദേഹം. നമ്മുടെ പല വേദനകളും മറക്കാൻ നമുക്ക് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധമാണ് ലാഫ്റ്റർ. ഇനി അടുത്ത ചാപ്റ്റർ സ്പെൻഡ് എ ഡേ വിതൗട്ട് യുവർ വാച്ച്. ഇതും ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെയ്തു നോക്കിയ കാര്യമാണ് കേട്ടോ. ഞാനത് ചെയ്തു ചാപ്റ്റർ വായിച്ച പിന്നെ ഞാൻ എന്നും വാച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ ഇത് സ്പെൻഡ് എ ഡേ വിതൗട്ട് യുവർ വാച്ച് എന്ന് പറഞ്ഞ് ഞാനത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത കാര്യം. ഞാൻ വാച്ച് ഊരി വെച്ചിട്ട് നടന്നു നോക്കി. അത് ഒരു ദിവസം നടക്കാനാണ് ഇരുന്നത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എത്രയോ ദിവസങ്ങൾ എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റി. എനിക്ക് ഇനിയും വാച്ച് ഇല്ലാണ്ട് എനിക്ക് നടക്കാൻ പ്രയാസമില്ല. ബിക്കോസ് ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പം ഈ ടൈമിന്റെ അടിമയാവാറുണ്ട്. കാരണം ഇത്ര ടൈമിനുള്ളിൽ നമുക്കിത് തീർക്കണം, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഓടണം, അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂളൊക്കെ അതുപോലെ നമ്മൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ടൈമിന്റെ കൺസ്ട്രെയിനിലാവാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ
വാച്ച് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ ആയിട്ട് ഒന്ന് എന്താ പറയുക നമുക്കൊന്ന് റീകണക്ട് ചെയ്യാൻ പറ്റുന്ന വാച്ച് ഇല്ലാണ്ടിരിക്കുന്നത്. ഈ കോൺസ്റ്റന്റ് ചെക്ക് ഓഫ് ടൈം മാറ്റി വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രസൻസിലോട്ട് നമ്മൾ വരിക, നമ്മുടെ റിലേഷൻഷിപ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മളൊരു നാച്ചുറൽ റിതത്തിൽ പോവാം. അതായത് ടൈമിന്റെ റിതത്തിലല്ല പോകുന്നത്, വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അതിന് പ്രത്യേകം ടൈം ഒന്നും വെക്കേണ്ട കാര്യമില്ല, ലൈക്ക് ഇത്രയും ബിസി ആയിട്ടൊന്നും ഓടേണ്ട കാര്യമില്ല. സോ അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. ഇനി ചാപ്റ്റർ 22 പറഞ്ഞേക്കുന്ന ടേക്ക് മോർ റിസ്ക് ആണേ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൺസിഡർ യുവർ ട്രബിൾസ് ആസ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡി ആവണം. പലരും റിസ്ക് വരുമ്പോഴത്തേക്ക് മാറിപ്പോവാണ്, കാരണം അവർ സേഫ് ആയിട്ടുള്ള ചോയ്സസ് എടുക്കുന്നത്. റിസ്ക് എടുക്കാണ്ട് നമ്മൾ എങ്ങനെ അറിയും അത് നമ്മുടെ സക്സസ്ഫുൾ അല്ലെങ്കിൽ നമുക്കൊരു സക്സസ് ആവും നമ്മൾ എങ്ങനെ അറിയുന്നത്? റിസ്ക് എടുത്തല്ലേ പറ്റും. ചിലപ്പോൾ ഫെയിലിയർ ആവാം, ചിലപ്പോൾ സക്സസ് ആവാം, പക്ഷെ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. അത് നമുക്ക് റിസ്ക് എടുക്കാണ്ടിരുന്നാൽ പറ്റുന്നത് ചിലപ്പോൾ നമുക്ക് റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാവും. അയ്യോ സക്സസ്ഫുൾ ആയേനെ, ആ റിസ്ക് എടുത്തിരുന്നെങ്കിൽ, നമ്മൾ എടുത്തില്ലല്ലോ എന്ന് ചിലപ്പോൾ റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിലും ഭേദം റിസ്ക് എടുക്കുന്നതല്ലേ, നല്ല ബോൾഡ് ആയിട്ട് വെൽ കൺസിഡേർഡ്, ഒരു ചുമ്മാ ചാടിക്കേത് റിസ്ക് എടുക്കാനല്ല, ഭയങ്കര നന്നായിട്ട് ആലോചിച്ച് റിസ്ക് എടുക്കുക. ആ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ, മറ്റുള്ളവർ പേടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ, സാരമില്ല നിങ്ങൾ റിസ്ക് എടുത്തോ, ഞാനിത് എടുത്തതാണ്, എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി, നിങ്ങൾ എടുത്തു നോക്ക് എന്ന് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ റെക്ലെസ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്, കാൽക്കുലേറ്റഡ് റിസ്ക് ഉണ്ട്. പക്ഷേ എന്താ പറയുക, അദ്ദേഹം കൂടുതൽ പറഞ്ഞത് നമ്മൾ കുറച്ച് അങ്ങനെ ഒരുപാട് റെക്ലെസ് ആവണമെന്നല്ല, ചെറിയ ചെറിയ റിസ്ക് എടുക്കുക, അതായത് സ്മോൾ സ്ട്രെച്ച് ഫോഴ്സ്, അതങ്ങനെ വളരെ വളരെ ചെറുതായിട്ട് എടുത്ത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റിസ്ക് എടുക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെ ചെയ്തോളും. ഇനി ചാപ്റ്റർ 23 ലിവ് എ ലൈഫ് ഓഫ് അഡ്വഞ്ചർ. അതും സൂപ്പറാണ്. അത് ലൈക്ക് നമ്മുടെ ലൈഫിൽ കൂടുതൽ അഡ്വഞ്ചർ കൊണ്ടുവരാൻ, നമ്മുടെ കൂടുതൽ ട്രാവൽ ഇൻട്രസ്റ്റഡ് ആവാൻ, ന്യൂ സ്കിൽസ് ലേൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആവാൻ, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ചെയ്തു നോക്കാൻ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റിനെ അത് ഒരുപാട് എഫക്ട് ചെയ്യും. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ ചുമ്മാ ചെറിയ ചെറിയ അഡ്വഞ്ചറുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ കൊണ്ടുപോകാൻ, അതായത് മിനി ക്വസ്റ്റ് എന്ന് പറയും, ലൈക്ക് കുഞ്ഞു അഡ്വഞ്ചേഴ്സ്. അത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്തൂസിയാസം അല്ലെങ്കിൽ നമ്മുടെ എനർജി എപ്പോഴും നമുക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പം നമുക്ക് കൂടുതലും പൊസഷൻസിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സ്പീരിയൻസിനാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ചാപ്റ്റർ 24 ലേൺ ഫ്രം എ ഗുഡ് മൂവി. അപ്പം ഇദ്ദേഹം കാണുന്നത് ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് ലെസൺസ് തരുന്ന കാര്യങ്ങൾ. അദ്ദേഹം ഒരുപാട് ഫിലിംസിനെ പറ്റി പറയുന്നുമുണ്ട്. അപ്പം മൂവീസിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇത് മൂവീസ് നമുക്ക് നമ്മുടെ മെന്റേഴ്സ് ആയിട്ട് കാണാം. അത് ഡിപ്പെൻസ് ഓൺ ദ മൂവീസ്. അത് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ ചോയ്സ്, അവരുടെ റിലേഷൻഷിപ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളപ്പോൾ ചെയ്യുമ്പോൾ നമ്മളൊരു മൂവി കാണുവാണെങ്കിൽ try to write down 2 to 3 practical takeaways, like ആ മൂവിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ടേക്ക്അവേസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ബിക്കോസ് ഇത് നമുക്ക് നമ്മുടെ മീഡിയ കൺസംഷൻ വളരെ ആക്റ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും മൂവി കണ്ട് നമ്മൾ എന്താ പറയുക അതിന്റെ തന്നെ അഡിക്റ്റ് ആവാതെ, ലൈക്ക് മേക്ക് യുവർ മൂവി എ മെന്റർ സോ ദാറ്റ് യുവർ മീഡിയ കൺസംഷൻ വിൽ ബി മോർ ആക്റ്റീവ്. അത് നമുക്ക് ആക്റ്റീവ് ആക്കാം, അതിന്റെ കൂടെ തന്നെ ക്രിയേറ്റീവും ആക്കാം. ബിക്കോസ് യു വിൽ ബി തിങ്കിങ് ന്യൂ തോട്ട്സ് അബൌട്ട് ദാറ്റ്, എസ്പെഷ്യലി ദ ക്യാരക്ടേഴ്സ്. ഇനി അടുത്ത ചാപ്റ്റർ 25 ബ്ലെസ് യുവർ മണി. ഇത് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഇത് വായിച്ചപ്പോഴാണ് എനിക്കത് കൂടുതൽ മനസ്സിലായത്. ബിക്കോസ് മണി ഈസ് കൺസിഡേർഡ് എസ് എ ടൂൾ ഫോർ ഗുഡ്നെസ്. അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യം. കാരണം എത്രയോ പേര് അൺവർത്തി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി പൈസ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. അത് വളരെ ദൈവത്തിന് താങ്ക്സ് പറയാം. എത്രയോ പേര് അൺവർത്തി ആയിട്ട് ഇരിക്കുമ്പോൾ ദൈവമേ എനിക്ക് തന്നല്ലോ, അതിന് ദൈവത്തിന് താങ്ക്സ് പറയാം. ആൻഡ് യൂസ് ഇറ്റ് റെസ്പോൺസിബിളി. ചുമ്മാ എന്താ പറയുക ലാവിഷ് ആവാണ്ട്, ചുമ്മാ ഒരുപാട് അങ്ങോട്ട് ചെലവഴിക്കാണ്ട്, യൂസ് ഇറ്റ് റെസ്പോൺസിബിളി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക. ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ആർ ഡൂയിങ് ആൻഡ് അലൊക്കേറ്റ് ഇറ്റ് ടുവേർഡ്സ് പീപ്പിൾ ആൻഡ് കോസസ് ദാറ്റ് മാറ്റർ. അതായത് പാവങ്ങൾ ഒരുപാട് പേരുണ്ട് ചുറ്റും, അല്ലെങ്കിൽ അതുപോലെ ആവശ്യമുള്ള ആളുകളുണ്ട്. പല എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ദുരന്തങ്ങളിലൊക്കെ പെട്ട ആളുകളുണ്ടാവും, അല്ലെങ്കിൽ തീരെ പാവപ്പെട്ട ആളുകളുണ്ടാവും. അവർക്ക് നമുക്ക് കിട്ടുന്ന പൈസ അവർക്ക് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ബ്ലെസ് യുവർ മണി. നമുക്ക് കിട്ടുന്ന പൈസ അതുപോലെ നമ്മൾ ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കുക. ബി ഗ്രേറ്റ്ഫുൾ. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയുന്നത് നമ്മുടെ ജനറോസിറ്റിയെ കുറിച്ചാണ്. അതായത് നമ്മൾ കൂടുതൽ പൈസ നമ്മളിങ്ങനെ ആളുകൾക്ക് ഈ ഒരു റിച്വൽ നമ്മൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഈ മണി ഡോമിനൻസ് കുറയും.
അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു ചിന്തയായിരിക്കും. സോ ഈ അവിടെ മണിയാണ് രാജാവാകുന്നത് അല്ലേ, നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്ന മണിയാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ലൈക്ക് നമ്മളെക്കാട്ടിലും അർഹതപ്പെട്ട ആൾക്കാർ വേറെ ഉണ്ടാവും, അവർക്കും കൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിലോ എന്ന് പറഞ്ഞ് ഒന്ന് കൊടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് ജനറോസിറ്റി. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു മണി ഡോമിനൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ ലൈഫിന് ഒരു മീനിങ് കിട്ടും. നമ്മൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തു, ഒരു ചെറുതാണെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ചാപ്റ്റർ 26 ഫോക്കസ് ഓൺ ദ വർത്തി. ഫോക്കസ് ഓൺ ദ വർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരാം, അല്ലെങ്കിൽ ടൈം ആൻഡ് ലൈക് പീപ്പിളിൽ കൊടുക്കേണ്ട ടൈം ആൻഡ് എനർജിയിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞെന്ന് വരാം. ഇദ്ദേഹം പറയുന്നത് നമുക്കൊരു വേർത്തി ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ പ്രയോറിറ്റീസ് എന്താണ്, റിലേഷൻഷിപ്സ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന റിലേഷൻഷിപ്സ് എന്താണ്, ഇതിനൊക്കെ ഒന്ന് വേർത്തി ലിസ്റ്റ് ആയിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് നമ്മുടെ ഈ ലിസ്റ്റിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റിയും കിട്ടും. അതുപോലെ ഇതിനകത്തൊരു ഗ്രേറ്റ് ലൈക്ക് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സ് തന്നെ നമുക്ക് വലിയൊരു ചേഞ്ച് കാണാനും പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ സ്വീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ 27, റൈറ്റ് താങ്ക് യു നോട്ട്സ്. ഇത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ താങ്ക് യു പറഞ്ഞിട്ടങ്ങ് പോകും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എഴുതിക്കൂടാ. അതിന്റെ ഗുണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ നോട്ടിൽ താങ്ക് യു എന്ന് എഴുതുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഡീപ്പനിങ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അത് നമ്മുടെ ആ റിലേഷൻഷിപ്പിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉറപ്പിക്കുകയാണ്. അത് ഹാൻഡ് റിട്ടൺ നോട്ട് മതി. അതുപോലെ യു ആർ എക്സ്പ്രസിങ് യുവർ അപ്രിസിയേഷൻ ഫോർ വാട്ട് എവർ യു ഗോട്ട്. അപ്പൊ അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ താങ്ക് യു നമ്മൾ ചിലപ്പോൾ ഫോണിൽ കൂടെ പറയും, അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരെ കാണുമ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗിഫ്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എഴുതുന്ന ഒരു കാര്യം ദാറ്റ് ഇസ് കോൺക്രീറ്റ് എവിഡൻസ്, റൈറ്റ്? അപ്പൊ നമ്മുടെ കയ്യിലാണ് ആ പേപ്പർ വരുന്നത്. ചെറിയൊരു കാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞു പേപ്പറിലായിക്കോട്ടെ, അത് നമ്മുടെ കയ്യിലോട്ട് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഹാസ് ടേക്കൺ ദ ടൈം ടു റൈറ്റ് ദാറ്റ് നോട്ട്. അത് താങ്ക് യു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഷോയിങ് എക്സ്പ്രസിംഗ് ദർ അപ്രിസിയേഷൻ ഫോർ യു. അപ്പൊ അങ്ങനെ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് ആ ഗിവറിന്റെ മൈൻഡ് സെറ്റ് മാറും, അതുപോലെ റിസീവറിന്റെ മൈൻഡ് സെറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് സ്ട്രെങ്തൻസ് ദ സോഷ്യൽ ബോണ്ട്സ്. ഇതൊരു ഹാബിറ്റ് ആയിട്ട് തുടങ്ങാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് നമുക്കൊരു ഹാബിറ്റ് ആക്കാം. കയ്യിലൊരു നോട്ട് പാഡും പെന്നും കൊണ്ട് നടക്കാം. ലൈക്ക് whenever you get something or whenever you receive something, just send a thank you note with a smiley face and that would be more interesting. Okay, and ഇനി അടുത്ത 28 ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യം തന്നെയാണ്, ഓൾവേസ് ക്യാരി എ ബുക്ക് വിത്ത് യു. നമ്മുടെ ബാഗിനകത്ത് ഒരു ബുക്ക് ഇരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. ബിക്കോസ് എന്തിനാ ചുമ്മാ ടൈം കളയുന്നത്? ചുമ്മാ നമുക്ക് ഗ്രോ ചെയ്യേണ്ട സമയമാണ്. ലൈക്ക് വെൻ യു റീഡ് എ ബുക്ക്, അത് നമുക്ക് നമ്മുടെ മെന്റൽ ഗ്രോത്ത് മാത്രമല്ല, യു ക്യാൻ ഇൻക്രീസ് യുവർ വൊക്കാബുലറി, യു ക്യാൻ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽസ്. എല്ലാം കൊണ്ടും ഒരു ബുക്ക് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ പ്രസന്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് തീഫ് എന്ന് പറഞ്ഞ ബുക്കാണ്. ബുക്ക് തീഫ്. സോ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജർമ്മൻ നാസി ആ ഒരു ഹിസ്റ്ററി പീരീഡ്, ആ ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ആൻഡ് സീ വെൻ ഐ റീഡ് ദ ബുക്ക്, it is like I am witnessing everything, the torture that they endured. ഈ പ്ലെയിനിന്റെ അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് പ്ലെയിൻ വരുമ്പോഴത്തേക്ക് അവർക്ക് സൈറൻസ് മുഴങ്ങും. അപ്പൊ ആ സമയത്ത് അവർ ബങ്കേഴ്സിൽ കയറി ഒളിക്കുന്നത്, അതൊക്കെ കാണാം. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് വിറ്റ്നസ് ചെയ്യാണ്. ഞാൻ എന്റെ മനസ്സിലത് കാണുകയാണ്. ഇപ്പൊ ശരിക്കും ഇത് റോബിൻ ശർമ്മ പറയുമ്പോൾ ഐ ക്യാൻ പ്രാക്ടിക്കലി അക്നോളജ് വാട്ട് ഹീസ് സെയിങ്. ബിക്കോസ് ഇത് ചുമ്മാ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന, ചുമ്മാ എന്റെ ടൈം കളയുന്നതിനെക്കാട്ടിലും എത്ര നല്ലതാണ്. ലൈക്ക് ഞാൻ ആ ഹിസ്റ്റോറിക്കൽ പീരീഡിനെ കുറിച്ച്, അവിടെ സർവൈവ് ചെയ്ത ആളുകളുടെ ഒരു അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഹൗ ഈവൻ ജർമ്മൻസ് ദേ ലവ് ജൂസ്, സം ഓഫ് ദ ജർമ്മൻസ് ദേ ട്രൈ ടു ഹൈഡ് ദ ജൂസ്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ബിറ്റ്വീൻ സം ജർമ്മൻസ് ആൻഡ് ദ ജൂസ്, അതൊക്കെ ഭയങ്കര നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ലൈക്ക് ഞാൻ ചുമ്മാ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലതാണ് വെൻ ഐ റീഡ് ദാറ്റ് ബുക്ക്. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. നമുക്ക് ഫ്രഷ് ഐഡിയാസ് കിട്ടും. അതുപോലെ യു ക്യാൻ ബി മോർ കാം. അതുപോലെ നമുക്കൊരു എന്താ പറയുക, ഹി ആസ്ക്സ് us to select short high value books. അതുപോലെ പോർട്ടബിൾ ആയിട്ട് റീഡിംഗ് ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യാനെന്ന് പറയും. എപ്പോഴും ബുക്ക് കയ്യിലിരിക്കുന്നതിന് ഏറ്റവും നല്ലത്. നമുക്കറിയാം, നമുക്ക് ഓൺലൈൻ റീഡിംഗ് ഉണ്ട്, കിൻഡിൽ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഫിസിക്കലി ആ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ലൈക്ക് എന്താ പറയാ, ദാറ്റ് ഈസ് എ ട്രഷർ ആക്ച്വലി. ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഐ ബിലീവ് ദാറ്റ് വെൻ യു ഹാവ് എ ബുക്ക് ഇൻ യുവർ ഹാൻഡ്, ദാറ്റ് ഈസ് വർത്ത് സംതിങ്. ഇനി ചാപ്റ്റർ 29
ക്രിയേറ്റ് എ ലവ് അക്കൗണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. അദ്ദേഹം ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം പറയുന്ന പോലെയാണ് ലവ് അക്കൗണ്ടിനെ പറ്റി പറയുന്നത്. അത് രണ്ടും ടാലി ചെയ്യുക. നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണം. ലൈക്ക് ടൈം, കെയർ, കോംപ്ലിമെന്റ്സ്, പ്രസൻസ്, ഇതൊക്കെയാണ് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഡിപ്പോസിറ്റ് അതാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ, ഇതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത്രയും ഡിപ്പോസിറ്റ് നിങ്ങൾ ഇടുമ്പോൾ അത്രയും സ്ട്രോങ്ങർ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അതുപോലെ ഡെയിലി കുറച്ച് ഡിപ്പോസിറ്റ്സ് ഇടാനാണ് അദ്ദേഹം പറയുന്നത്. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഡിപ്പോസിറ്റ് ഇടാന്നല്ല, ഡെയിലി കൈൻഡ് ആക്ട്സ് ആവാം, അവർ പറയുന്നത് കേൾക്കുന്ന രീതി ആവാം, അവരെ ഒന്ന് പുകഴ്ത്തുന്ന ആവാം, പ്രേസ് ചെയ്യുന്ന ആവാം. അതൊക്കെ നിങ്ങളുടെ നല്ല നല്ല ഡിപ്പോസിറ്റ്സ് ആണ്. ഇനി ചാപ്റ്റർ 30 പറയുന്നത് ഗെറ്റ് ബിഹൈൻഡ് പീപ്പിൾസ് ഐബോൾസ്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എംപത്തറ്റിക് ആവുക. ലൈക്ക് വെൻ യു തിങ്ക് അബൌട്ട് അതേഴ്സ്, ട്രൈ ടു സ്റ്റാൻഡ് ഇൻ ദെയർ ഷൂസ്. അവരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ അവർ എങ്ങനെ നമുക്ക് മനസ്സിലാവും അവർ അനുഭവിക്കുന്ന വേദന. ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇവരെന്താ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, അപ്പൊ നമ്മൾ ഓർക്കും ഇവരെന്താ അങ്ങനെ കണ്ടു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ പൊട്ടിത്തെറിയുടെ പിന്നിലുള്ള റീസൺ എന്താണ്. അവർക്ക് അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ അത്രയും ദേഷ്യം വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സങ്കടം വരണമെങ്കിൽ, വാട്ട് ആർ ദേ ഗോയിങ് ത്രൂ. സോ ട്രൈ ടു ലിസൺ ടു ദം. അവരുടെ ഒരുപാട് നിങ്ങൾ സംസാരിക്കാതെ ട്രൈ ടു ബി എ ഗുഡ് ലിസണർ. ഗുഡ് ടോക്കർ ആവാം, കുഴപ്പമില്ല, നിങ്ങൾ നല്ല അഡ്വൈസ് കൊടുക്കാം. പക്ഷെ അഡ്വൈസ് കേൾക്കേണ്ട മൂഡ് അല്ലെങ്കിലും അവർക്ക്, അപ്പൊ ട്രൈ ടു ബി എ ഗുഡ് ലിസണർ ആൻഡ് ഇമാജിൻ ദെയർ വ്യൂ പോയിന്റ്. അപ്പൊ അദ്ദേഹം ഇവിടെ ഒരുപാട് എക്സസൈസസ് ഒക്കെ പറയുന്നുണ്ട് ഡീപ് ലിസണിങ്ങിന് വേണ്ടിയുള്ള. അത് മേക്ക് പീപ്പിൾ ഫീൽ ജെന്യുവൻലി ഹേർഡ് ആൻഡ് അതുകൊണ്ട് അവർക്കൊരു ഇൻഫ്ലുവൻസും കണക്ഷനും ഉണ്ടാവാം. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് എമ്പതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ചാപ്റ്റർ 31 ലിസ്റ്റ് യുവർ പ്രോബ്ലംസ്. ഇതും നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം, ഇപ്പൊ നമ്മൾ വേർത്തി ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വേർത്തി ലിസ്റ്റിൽ നമുക്ക് ഏറ്റവും വേർത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുക, അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോബ്ലംസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് അർജന്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സോൾവബിലിറ്റി കുറവുള്ളത് ഏതൊക്കെയാണ്, അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പകുതി സോൾവ് ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് നമ്മുടെ വറി കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ആങ്സൈറ്റി, ചുമ്മാ ഇത് എന്ത് ചെയ്യും കുറെ ആങ്സൈറ്റി ഉണ്ടാവും. അപ്പൊ നമ്മളത് ലിസ്റ്റ് ആക്കി നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം ഒന്ന് ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി കുറയും. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഞാനിതൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഇതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് നോക്കുക. നമുക്ക് അർജന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ്, സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയാണ്, അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി വറിയും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ വന്നത് പ്രാക്ടീസ് ദ ആക്ഷൻ ഹാബിറ്റ്. ഇതെല്ലാം ഇങ്ങനെ നോക്കിയാൽ മാത്രം പോരാ, ഇതെല്ലാം ആക്ഷനിലോട്ട് വരണം. ദാറ്റ് ഈസ് യു ഹാവ് ടു കൺവേർട്ട് യുവർ തിങ്കിങ് ഇൻ ടു ഡൂയിങ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഐഡിയാസ് ഒരുപാടുണ്ടാവും, പക്ഷെ അതൊക്കെ വർത്ത്ലെസ് ആണ്. നിങ്ങൾ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഐഡിയാസ് ചുമ്മാ ഇരിക്കുള്ളൂ. അത് ഐഡിയാസ് കയ്യിലുണ്ട്, സന്തോഷമായിട്ട് ഐഡിയാസ് അവിടെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കാതെ ഈ ഐഡിയാസ് നിങ്ങളതൊന്ന് പ്രാക്ടിക്കലാക്കി നോക്ക്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഈ 31 ചാപ്റ്ററിലെ ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് അത് ഞാൻ ചെയ്ത് നോക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അതെന്റെ മനസ്സിൽ ഐഡിയ കിടപ്പുണ്ട്. ഓക്കെ, എനിക്ക് ഇരുന്ന് എഴുതി നോക്കണം. ആ ഐഡിയ അവിടെ ഇരുന്ന് അവിടെ തന്നെ ഇരിക്കുള്ളൂ, അത് പ്രാക്ടിക്കൽ ആയിട്ട് വരത്തില്ല. സോ ഇഫ് ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ, ലിസ്റ്റിംഗ് ഔട്ട് മൈ പ്രോബ്ലംസ്, അത് അക്കോർഡിംഗ്ലി ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മാത്രമേ അതിനകത്തൊരു ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഞാൻ അത് ഇന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ, ഇന്ന് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെയിലി ഹാബിറ്റ് ആയിട്ട്, ലൈക്ക് നമ്മൾ ഏതെങ്കിലും നമുക്ക് നമ്മുടെ ഗോളിലോട്ടുള്ള ഏതെങ്കിലും ഒരു മീനിങ് ആക്ഷൻ ഒരു ദിവസം എടുക്കുക. എല്ലാ ദിവസവും കുറച്ച് ചെറിയ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോളിലോട്ട് പെട്ടെന്ന് വരാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ബുക്ക്. ലൈക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ഫിലോസഫിക്കൽ ബുക്സ് ഒന്നും എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ ബുക്സ് ഉണ്ടല്ലോ സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നി. ഒരുപാട് താങ്ക്സ് ഉണ്ട് രണ്ടുപേർക്കും, ഉഷ മാമിനും ആലിസ് ആന്റിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. താങ്ക് യു നീതുവിന് അത് അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഈച്ച് ആൻഡ് എവറി സെന്റൻസിന്റെ എനർജിന്ന് ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഗൂസ് ബംസ് ഉണ്ട് കയ്യില്. ഡെഫിനറ്റ്ലി. അതായത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാടധികം ടിപ്സും ഈ പറഞ്ഞ പോലെ നമ്മുടെ നോയിങ്ങും ഡൂയിങ്ങും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു റീഡിംഗ് കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ. അപ്പൊ അതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. തേർഡ് പോർഷൻ
വായിച്ചിട്ടുള്ളത് അബ്ദുൾ റഹീം സർ ആണ്. സാറിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. 4th പോർഷൻ നമ്മുടെ കൂടെ 2-3 സൈക്കാട്രിസ്റ്റ്മാർ ഗ്രൂപ്പിലുണ്ട്. അവർ കേൾക്കുകയാണ് ചെയ്യാറ് യൂഷ്വലി ഓഡിയോ എങ്കിലും ഇപ്രാവശ്യം ഞാൻ വായിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നെങ്കിലും ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ ശ്രുതിക്ക് വായിക്കാൻ സാധിച്ചില്ല. അതിൽ ഡോക്ടർ ശ്രുതി വായിച്ചിട്ടുള്ള ഭാഗത്തില് ചില ഹെഡിങ്സ് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഡോക്ടറുടെ ഭാഗം എന്ന് പറയുന്നത് ഗോ ഓൺ എ ന്യൂസ് ഫാസ്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം നെഗറ്റീവും ന്യൂസ് ആണ്. ഇത് 99 എഴുതുന്ന കാര്യമാണെന്ന് ആലോചിക്കണം. റോബിൻ ശർമ്മ ഇന്ന് നമ്മൾ ഇപ്പോഴും ഓലേക്കുണ്ട് ചക്രപാണി സാറിന്റെ ക്ലാസ്സിൽ, ന്യൂറോ സയൻസിന്റെ ക്ലാസ്സിൽ സാറ് പറഞ്ഞത് പലപ്പോഴും ഈ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ ഡിമെൻഷ്യയിലെ ഉറക്ക പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് വൺ ഓഫ് ദ റീസൺ അവർ ഈ രാത്രി ന്യൂസ് കണ്ടതും ക്രൈം സ്റ്റോറി കണ്ടതാണ്. അത് അവോയ്ഡ് ചെയ്യാനാ പറയണേ. അത് അന്നേ റോബിൻ ശർമ്മ മാഡം പറഞ്ഞ പോലെ വിഷണറി ആയിട്ടുള്ള ഒരു പേഴ്സൺ അന്നേ എഴുതി വെച്ചിരിക്കുന്നു ഗോ ഓൺ എ ന്യൂസ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പിന്നത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഗെറ്റ് സീരിയസ് അബൌട്ട് സെറ്റിംഗ് ഗോൾസ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം നമ്മൾ എവിടേക്കാ പോണേ എന്നുള്ളത്. അത് ഡെഫിനറ്റ്ലി നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം. റിമെമ്പർ ദ റൂൾ ഓഫ് 21 എന്നാ പറയണേ. 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഹാബിറ്റ് കിട്ടും എന്നാണ്. പക്ഷെ പ്രചോദനയുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ആലിസ് മാഡം അത് പ്രത്യേകം എടുത്ത് ഒരു സ്ലൈഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 21 ഡേയ്സ് മിത്ത് എന്ന് പറയുന്നത്. 21 ദിവസം ആകുമ്പോൾ നമ്മളൊരു ശീലം അത് നമ്മുടെ ഒരു ഭാഗമാകാനായിട്ട് ബ്രെയിൻ ആലോചിച്ച് തുടങ്ങുകയുള്ളൂ. അപ്പൊ 21 ഡേയ്സ് മിത്ത് എന്ന് പറയുന്നത് ഒരു മിത്താണ്. കാരണം 99 എഴുതി കഴിഞ്ഞ് ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പിന്നെയും വളർന്നു. അപ്പൊ ഇപ്പൊ പറയണത് നമ്മളൊരു 21 to 21ാമത്തെ ദിവസമാണ് ആരംഭിക്കുന്നതെന്നാ പറയണത്. ഒരു ശീലം, ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങിയത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാനായിട്ട്. അപ്പൊ ഒരുപാട് നമ്മളുടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ, കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ഒരു ബെറ്റർ നോളജ് അക്വയർ ചെയ്ത് നമ്മുടെ എൻവയോൺമെന്റിനെ കണ്ടീഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിമെമ്പർ ദ റൂൾ 21 ഇവിടെ കറക്റ്റ് ചെയ്യാണ്. 21 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. ഇനി പ്രാക്ടീസ് ഫോർഗിവ്നെസ്. ഇതിനെക്കുറിച്ച് ആ ഒരു 2 വാക്കുകൾ മാത്രം അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഇനി പിന്നൊരു കാര്യം, ഡ്രിങ്ക് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവർ പറയണേ നമുക്കൊരു Formula 1 റേസ് കാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഫ്യൂവലൊന്നും ഒഴിക്കൂലല്ലോ. അതിന് വേണ്ട ഇന്ധനമല്ലേ ഒഴിക്കുള്ളൂ. നമ്മുടെ ഈ ശരീരമാകുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് എത്രത്തോളം നമുക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിനാവശ്യമുള്ള നല്ല ഭക്ഷണം വേണ്ടി കൊടുക്കാൻ എന്നാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന റോബിൻ ശർമ്മ. ഇനി ക്രിയേറ്റ് എ പ്യുവർ എൻവയോൺമെന്റ്. അവർ നെറ്റ്വർക്ക് ഇസ് അവർ നെറ്റ്വർക്ക്. അത് പ്രചോദനം എപ്പോഴും പറയേണ്ടതാണ്. എൻവയോൺമെന്റിന് ഒരുപാടധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇനി വാക്ക് ഇൻ ദ വുഡ്സ്. അത് ആലിസ് മാഡം പറഞ്ഞ ഭാഗത്തില് അതിന്റെ എക്സ്പ്ലനേഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഗെറ്റ് എ കോച്ച്. പ്രചോദനയുടെ ക്രിയേറ്റീവ് തിങ്കേഴ്സിൽ വന്നിട്ടുള്ള ഒരു ഗസ്റ്റ്, ആ മാഡം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുരു വേണം, നമുക്കൊരു സംഘം വേണം, ഒരു കമ്മ്യൂണിറ്റി വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആദത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗുരു, സംഗത്, ആദത്ത് എന്ന് വെച്ചാൽ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപാടധികം സന്തോഷമുണ്ട്. പ്രചോദന എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഓരോ മാസം നമ്മളിലേക്ക് എത്തുന്ന കോച്ചായി വരുന്ന ബുക്കുകൾ, അത് ബ്രീഫ് ചെയ്ത് തരുന്ന ഒരുപാടധികം മെമ്പേഴ്സ്, ഇവരെല്ലാവരും കൂടി നമ്മുടെ ഒരു സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന ജേർണിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ടേക്ക് എ മിനി വെക്കേഷൻ. അതും ആ റെക്രിയേഷന്റെ കാര്യത്തിൽ ആലിസ് മാഡം പറഞ്ഞു പോയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ബിക്കം എ വോളണ്ടിയർ എന്നുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ പേർപ്പസ്ഫുൾ ആയിട്ട് നമ്മുടെ മീനിങ് ആയിട്ട് നമ്മുടെ ലൈഫ് മാറിക്കഴിഞ്ഞാൽ, അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നതിന്റെ പുറകിലുള്ള വൈ എന്ന് പറയുന്നതിന്റെ കാഴ്ചപ്പാട് റിഫൈൻ ചെയ്യുകയും, എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് പെർസിസ്റ്റൻസോട് കൂടി സെൽഫ് ഡിസിപ്ലിനോട് കൂടി ചെയ്യാൻ സാധിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഗുണകരമാകട്ടെ എന്നുള്ളതാണ്. ഇനി അടുത്തത് അതിലും രസകരമാണ്. അതായത് ഫൈൻഡ് യുവർ 6 degrees ഓഫ് സെപ്പറേഷൻ. ഇപ്പൊ പ്രഭ വന്നു അല്ലെ, ജോയിൻ ചെയ്തു. അതായത് പ്രഭ എന്നൊരു വ്യക്തി ക്രിയേറ്റീവ് തിങ്കേഴ്സിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് രഞ്ജിനി ചേച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റിയത്. കാരണം ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ലായിരുന്നു.
പ്രഭ അറിയാവുന്ന ഒരു മാഡം വഴിയാണ് രഞ്ജിനി ചേച്ചി വന്നത്. അപ്പൊ നമ്മൾക്ക് തേടി തേടി നമ്മൾ പോകുമ്പോ അവർ വൈബ് അട്രാക്ട്സ് അവർ ട്രൈബ് എന്ന് പറയുന്നത് നമുക്ക് ചേരും. അപ്പോ നമ്മൾ നമുക്ക് ആഗ്രഹിക്കുന്ന ആളുമായിട്ട് ഒരു 6% ഗ്യാപ്പേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ പ്രയത്നിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ലിസൺ ടു മ്യൂസിക് ഡെയിലി. അത് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല, നമ്മൾ പല പല ബുക്കുകളിൽ അത് പറഞ്ഞിട്ടുള്ളതാണ് മ്യൂസിക്കിന്റെ എഫക്റ്റ്. നൗ റൈറ്റ് എ ലെഗസി സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് പിന്നെ പറയണത്. നമുക്ക് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെയൊക്കെ വാട്സപ്പിന്റെ ആ ഒരു താഴെ നമ്മുടെ ലെഗസി സ്റ്റേറ്റ്മെന്റ് എന്താണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. വീണ്ടും റീതിങ്ക് ചെയ്യുക. നമ്മൾ ഒരാഴ്ച ഗ്യാപ്പ് തരും, എന്നിട്ടേ നമ്മൾ അടുത്ത ബുക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡെഫിനറ്റ്ലി എവ്രി വൺ ഈ ഒക്ടോബർ മാസത്തിലെ ഈ ഒരു ബുക്ക് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. കാരണം അത്രയും പവർഫുൾ ആണ്. നമുക്ക് ഒരുപാടധികം നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു കണ്ണാടിയായിട്ട് ഈ ബുക്ക് നമുക്ക് കത്തു സൂക്ഷിച്ച് വീണ്ടും വീണ്ടും ഓരോ പ്രായത്തിലും ഓരോ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വായിക്കാൻ സാധിക്കട്ടെ എന്ന് ഡോക്ടർ ശ്രുതിക്ക് പറ്റാത്തത് കൊണ്ടും ഈ ബുക്കിനോടും ഈ ഓഥറിനോടുള്ള ഇഷ്ടം കൊണ്ടും ഞാൻ ഇത്രയും ഭാഗം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഡെഫിനറ്റ്ലി പ്രചോദനയുടെ ഈ യാത്ര 56ാമത്തെ ബുക്കിലേക്ക് നവംബറിൽ കിടക്കുമ്പോൾ ഋഷിരാജ് സിംഗ് സാർ നമ്മുടെ അടുത്ത് വന്ന് നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ബുക്കാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച ഡോപ്പാമിനേഷൻ ആണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ വീണു പോകാതെ നമ്മുടെ പർപ്പസ് കണ്ടുപിടിച്ച് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് റീട്യൂൺ ചെയ്ത് നമ്മള് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്നതിലേക്ക് ഇന്നത്തെ നമ്മളെക്കാളും നാളത്തെ നമ്മളെ ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. വിത്ത് ദാറ്റ് നോട്ട്, പ്രചോദന ബുക്ക് ക്ലബിന്റെ ഈ ഡിസ്കഷൻ സൈനിങ് ഓഫ് ആണ്. ആലിസ് മാം, ബീന മാം ഇല്ലേ? ബീന മാം ഉണ്ടായിരുന്നു. മാഡത്തിന് 9:30 ഒക്കെ ആയപ്പോഴത്തേക്കേ മാഡം വേറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇതിനകത്ത് ഇനിയിപ്പോ നമ്മളൊന്നും പറയാനില്ല, എല്ലാവരും നല്ല രീതിയിൽ അതെല്ലാം പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ബീന മാം നന്നായിട്ട് ഓഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കേൾക്കുക. പിന്നെ ഉഷയുടെ ഓർമ്മശക്തിനെ ഒന്നുകൂടി പ്രശംസിക്കുകയാണ്. ഈ രഞ്ജിനി എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് എന്നുള്ളത് ഞാൻ മറന്നുപോയിരുന്നു. രഞ്ജിനി ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ് അത് എങ്ങനെ വന്നു എന്നുള്ള ആ റൂട്ടൊക്കെ ഞാൻ മറന്നുപോയിരുന്നു. കാരണം നമ്മൾ അന്ന് നമ്മൾ 3 പേരും 4 പേരും ഓരോരുത്തർക്കും അറിയാവുന്നവരെ നമ്മൾ ഇതിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ക്രിയേറ്റീവ് തിങ്കേഴ്സ് അല്ലെ, അവിടെ നിന്ന് അവരെ അറിയാവുന്നവരെ അങ്ങനെയാണ് നമ്മൾ ആ ഫോം ചെയ്തത്. അതിന്റെ പ്രോസസ് ഒക്കെ ഇപ്പൊ ഞാൻ ഉഷ പറഞ്ഞപ്പോ ഓർക്കായിരുന്നു. അപ്പൊ ഇനി എനിക്കൊന്നും പറയാനില്ല, നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളൊരു സെറനിറ്റി പ്രെയർ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ക്ലാസ്സുകളിൽ പറയാണ്, നമ്മളെപ്പോഴും ജീവിക്കുന്നത് നമുക്ക് തിരുത്താൻ പറ്റാത്ത കാര്യത്തെ ആലോചിച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ പകുതിയിലധികം സമയം കളയുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് പാസ്റ്റിൽ വന്നു പോയിട്ടുള്ളതിന് തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളെയും വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ജീവിക്കുന്നത് തന്നെ. എത്ര പറഞ്ഞാലും നമ്മൾ പാസ്റ്റിലോട്ട് പിന്നെയും പോകും. അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ വെറുതെ വിടുക, അതങ്ങനെ വെക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ഓരോ ബുക്കിൽ നിന്നും കിട്ടുന്ന ഇൻസൈറ്റ്സ് നീതു പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.